നമസ്കാരം. പ്രഭാത കേരളത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് തുടങ്ങുകയാണ്. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് എത്തുമ്പോൾ ഗവർണർ SFI പോര് അത് മുറുകുകയാണ്. ഇന്നലെ കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിലുണ്ടായത് നാടകീയ രംഗങ്ങളാണ്. തനിക്കെതിരെയുള്ള പോസ്റ്ററുകൾ അഴിച്ചു നീക്കണമെന്ന് ഗവർണർ ആവശ്യപ്പെടുന്നു. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ കൊണ്ട് തന്നെ അത് അഴിച്ചു മാറ്റുന്നു. അതേസമയം ഒരു പോസ്റ്റർ അഴിച്ചാൽ 100 പോസ്റ്ററുകളുമായി വീണ്ടും വരുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് SFI വീണ്ടും പോസ്റ്ററുകൾ എഴുതി. പോസ്റ്ററുകൾ കെട്ടുന്നതൊക്കെ നമ്മൾ ഇന്നലെ രാത്രി ഉടനീളം കണ്ടിരുന്നു. അതിൻ്റെ പുതിയ അപ്ഡേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഒപ്പം മഴ സംസ്ഥാനത്ത് പലയിടത്തും കനത്ത മഴയുണ്ടായിരുന്നു. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടടക്കമുണ്ട്. ഇപ്പോഴും മഴ തുടരുന്ന സ്ഥലങ്ങളുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കൂടി നമുക്ക് പോകേണ്ടതുണ്ട്. നവകേരള സദസ്സ് അന്തിമഘട്ടത്തിലേക്ക് കടക്കുകയാണ്. പത്തനംതിട്ടയിലെ നവകേരള സദസ്സിൻ്റെ വിശദാംശങ്ങളിലേക്കൊക്കെ നമുക്ക് പോകേണ്ടതുണ്ട്. എന്തായാലും ആദ്യം കാണാം ടോപ്പ് ഹെഡ്ലൈൻസ്. SFI പ്രവർത്തകരുടെ പ്രതിഷേധത്തിനിടെ ഗവർണർ ഇന്ന് കാലിക്കറ്റ് സർവകലാശാലയിലെ സെമിനാറിൽ പങ്കെടുക്കും. വൈകിട്ട് 3:30-ക്കാണ് സനാതന ധർമ്മപീഠവും ഭാരതീയ വിചാര കേന്ദ്രവും സംഘടിപ്പിക്കുന്ന സെമിനാർ. ക്യാമ്പസിൽ ഇന്നും ശക്തമായ പ്രതിഷേധം തുടരുമെന്ന നിലപാടിലാണ് SFI. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് ശക്തമായ പോലീസ് വലയത്തിലാണ് സർവകലാശാല ക്യാമ്പസ്. ഗവർണറുടെ സുരക്ഷ കണക്കിലെടുത്ത് സർവകലാശാലയുടെ പ്രധാന കവാടത്തിലൂടെ വിദ്യാർത്ഥികൾക്കും ജീവനക്കാർക്കും പ്രവേശനമില്ല. ഇന്നലെ വൈകിട്ട് നാടകീയ സംഭവങ്ങളാണ് സർവകലാശാലയിൽ അരങ്ങേറിയത്. ഗവർണർ മലപ്പുറം SP-യോട് പരസ്യമായി ക്ഷോഭിച്ചതിനു പിന്നാലെ SFI ഉയർത്തിയ ബാനർ പോലീസ് നീക്കം ചെയ്തു. എന്നാൽ 1 മണിക്കൂറിനുള്ളിൽ പുതിയ ബാനർ ഉയർത്തിയായിരുന്നു SFI-യുടെ മറുപടി. പോസ്റ്ററുകൾ മുഖ്യമന്ത്രിയുടെ അറിവോടെ എന്നാണ് രാജ്ഭവന്റെ ആരോപണം. വാർത്തയുടെ വിശദാംശങ്ങളുമായി വിനേഷ് കുമാറും VV അരുണും ചേരുന്നു. ആദ്യം വിനേഷിലേക്ക്. വിനേഷ്, അത്യന്തം നാടകീയ സംഭവങ്ങളായിരുന്നു ഇന്നലെ അരങ്ങേറിയത്. ഇന്നിപ്പോൾ ഈ പ്രധാന കവാടത്തിലൂടെ വിദ്യാർത്ഥികൾക്കടക്കം പ്രവേശനമില്ല എന്നറിയുന്നു. അതാണ് ഏറ്റവും പുതിയ വിവരം. എന്തൊക്കെയാണ് അവിടുത്തെ സംഭവവികാസങ്ങൾ? ശ്രുതി, ഗുഡ് മോർണിംഗ്. പ്രധാനമായും ഇന്നത്തെ ഈ സുരക്ഷാ സംവിധാനങ്ങൾ 2000-ലധികം പോലീസുകാരിവിടെ നിയോഗിച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ മാധ്യമപ്രവർത്തകരെ പോലും തടഞ്ഞിട്ടുണ്ട്. മാധ്യമപ്രവർത്തകർക്ക് അകത്തേക്ക് പോകാനുള്ള പ്രവേശനം നിഷേധിച്ചിട്ടുണ്ട്. വലിയ രീതിയിലുള്ള പഴുതടച്ച സുരക്ഷാ സംവിധാനങ്ങൾ തന്നെയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇന്നലെ 650 പോലീസായിരുന്നു ഉണ്ടായിരുന്ന സ്ഥാനത്ത്. ഇന്ന് 2000-ഓളം പോലീസ് ഇവിടെ സ്ഥലത്തുണ്ട്. ഇന്നലത്തെ നാടകീയമായ സംഭവങ്ങളാണ് ഇന്നലെ ഉണ്ടായത്. ഇന്നലെ SFI നേരത്തെ സ്ഥാപിച്ചിരുന്ന ബാനർ പൂർണ്ണമായും പോലീസ് അഴിച്ചു നീക്കിയിരുന്നു. ഇത് അഴിച്ചു നീക്കിയതിന് പിന്നാലെ വീണ്ടും 1 മണിക്കൂറിനകം തന്നെ SFI പ്രവർത്തകർ സംഘടിച്ചെത്തുകയും അതിൽ SFI സെക്രട്ടറിയായ ആർഷയുടെ നേതൃത്വത്തിലുള്ള വിദ്യാർത്ഥികൾ എത്തുകയും വീണ്ടും ഇവിടെ ഈ ബാനറുകൾ സ്ഥാപിക്കുകയും ചെയ്തിരിക്കുന്നു. അത് അകത്താണ്. പക്ഷേ ഈ പുറത്തിപ്പോൾ നമുക്ക് ഇവിടെ എവിടെയും തന്നെ ബാനറുകൾ കാണാൻ കഴിയുന്നില്ല. ഇന്നലെ ഉണ്ടായിരുന്ന ബാനറുകളെല്ലാം തന്നെ ഇവിടെ നിന്ന് മാറ്റിയിരുന്നു പോലീസ്. അതായത് ഗവർണർ വന്ന് ഇന്നലെ ബഹളം വെക്കുകയും എത്രയും പെട്ടെന്ന് അഴിച്ചു മാറ്റണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. തുടർന്നാണ് പോലീസ് ഇത് അഴിച്ചു മാറ്റിയത്. അതിന് തൊട്ടു പിന്നാലെ 1 മണിക്കൂറിനകം തന്നെ SFI പ്രവർത്തകർ വീണ്ടും വരികയും ചെയ്തു. എന്തായാലും ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കൂടുതൽ പോലീസ് എത്തിക്കൊണ്ടിരിക്കുന്ന സുരക്ഷാ സംവിധാനങ്ങളുണ്ട്. സുരക്ഷാ സംവിധാനങ്ങൾ, അതായത് ഈ ക്യാമ്പസിനകത്തേക്ക് കയറി വരാൻ കഴിയുന്ന 5ഓളം വഴികളുണ്ട്. ഇവിടെ എല്ലാം തന്നെ പോലീസിനെ നിയോഗിച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാം തന്നെ കൃത്യമായ പരിശോധന നടത്തിയ ശേഷമാണ് ആർക്കും ക്യാമ്പസിനകത്തേക്ക് ഇന്ന് ജീവനക്കാർക്കോ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്കോ ആർക്കും തന്നെ ഇന്ന് പ്രവേശനം ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം. ഒപ്പം തന്നെ രാവിലെ DYSP-യുടെ അറിയിപ്പ് വരുന്നതിനെതിരെ മാധ്യമപ്രവർത്തകരെയും ഇവിടെ തടഞ്ഞു വെച്ചിട്ടുണ്ട്. മാധ്യമപ്രവർത്തകർക്കും അകത്തേക്ക് പോകാൻ കഴിയില്ല. കാരണം DYSP
DSP അറിയിച്ചാൽ മാത്രമേ മാധ്യമപ്രവർത്തകർക്ക് അകത്തേക്ക് കയറാൻ കഴിയുകയുള്ളൂ എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. എന്തായാലും ഇന്നലെ രാത്രിയിലെ സംഭവങ്ങൾക്ക് ശേഷം ഇന്ന് പൂർണ്ണമായും പോലീസിന്റെ വലയത്തിലാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസ്. വിനേഷ്, രണ്ടുപേരും SFIക്കാരാണെങ്കിലും ഗവർണറാണെങ്കിലും ഒട്ടും പിന്നോട്ടില്ല എന്ന നിലപാടിലാണ്. ഗവർണർ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ താൻ കാറിൽ നിന്നും ഇറങ്ങും. അതേസമയം SFI പറഞ്ഞിരുന്നത് പ്രകോപനമുണ്ടാക്കാൻ ഗവർണർ ശ്രമിക്കുന്നു എന്നാണ്. ഇപ്പോൾ കൂടുതൽ പോസ്റ്ററുകൾ ഗവർണർക്കെതിരെ SFI അവിടെ സ്ഥാപിച്ചിരിക്കുകയാണല്ലോ. ആ പോസ്റ്ററുകളൊക്കെ അവിടെ തന്നെ ഉണ്ടോ? അത് നീക്കം ചെയ്തിട്ടില്ലല്ലോ. മറ്റൊന്ന്, ഈ വഴി തടയുന്നത് അല്ലെങ്കിൽ ഈ പ്രധാന കവാടത്തിലൂടെ വിദ്യാർത്ഥികൾക്ക് സഞ്ചരിക്കാൻ കഴിയില്ല എന്നുള്ളത് SFI ഒരു പ്രധാന വിഷയമായി ഉയർത്തിക്കൊണ്ടുവരാനുള്ള സാധ്യതയില്ലേ? തീർച്ചയായും ഇന്നലെ അവർ മാറ്റിയതിനു ശേഷം SFI പ്രവർത്തകർ സംഘടിച്ചെത്തുകയും പിന്നീട് അവിടെ ഈ ഗവർണർക്കെതിരെ സ്ഥാപിച്ചിരിക്കുന്ന ബാനറുകളോ പോസ്റ്ററുകളോ ഒന്നും തന്നെ മാറ്റിയിട്ടില്ല. അത് ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. അത് പക്ഷേ അതിനകത്താണ്. മാത്രമല്ല, ഈ വിദ്യാർത്ഥികൾക്ക് ആർക്കും തന്നെ അകത്തേക്ക് പ്രവേശനം ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. മാധ്യമപ്രവർത്തകർക്ക് പോലും ഇപ്പോൾ അകത്തേക്ക് കയറാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. ഇത് സുരക്ഷയുടെ ഭാഗമാണ് എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം നമുക്കറിയാം, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസ് ഇവിടെ മാത്രമല്ല, ഇതിന്റെ പല ഭാഗങ്ങളിലൂടെ, ഇതിന്റെ മെസ്സിന്റെ ഭാഗങ്ങളിലൂടെ വരാം, മറ്റു പല ഭാഗങ്ങളിലൂടെ വരാം. ഇതിനപ്പുറത്തേക്ക് നിരവധി റെസിഡൻഷ്യൽ ഏരിയയാണ്, ആളുകൾ താമസിക്കുന്നതാണ്. അവിടെ നിന്ന് ക്യാമ്പസിലേക്ക് കയറാനുള്ള സംവിധാനങ്ങളുണ്ട്. ഇങ്ങനെ ഉള്ള പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഇത് പൂർണ്ണമായും പോലീസിന്റെ ഒരു വലയത്തിൽ ആയിരിക്കുകയാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുക. കാരണം കൂടുതൽ പോലീസ്, 2000-ഓളം പോലീസ് പൂർണ്ണമായും ഈ ഒരു യൂണിവേഴ്സിറ്റി ക്യാമ്പസിന്റെ ചുറ്റുഭാഗവും വളഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇന്ന് പൂർണ്ണമായും സമരപരിപാടികൾ തന്നെയായിരിക്കും ഉണ്ടാകുക എന്നാണ് അറിയാൻ കഴിയുന്നത്. കാരണം ഗവർണർ ഇവിടെ നിന്ന് പോകുന്നത് വരെ സമരപരിപാടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് SFIയുടെ തീരുമാനം. അതുകൊണ്ട് തന്നെ രാവിലെ മുതൽ തന്നെ ഒരു 9 മണി 10 മണിയോട് കൂടി തന്നെ SFI പ്രവർത്തകർ സംഘടിച്ചെത്തിയേക്കാം എന്ന് തന്നെയാണ് വിവരം. ഇന്ന് 3:30 ഗവർണറുടെ പരിപാടിയുള്ളത്. ഇവിടെ ശ്രീനാരായണ ഗുരു നവോത്ഥാനത്തിന്റെ പ്രവാചകൻ എന്ന് പറയുന്ന പരിപാടിയാണുള്ളത്. ഇത് സംഘടിപ്പിക്കുന്ന ഭാരതീയ വിചാര കേന്ദ്രമാണ്. ഇത് നേരത്തെ ഫിക്സ് ചെയ്തൊരു പരിപാടിയാണ്. അതിൽ അദ്ദേഹം താമസിക്കുന്ന, അതായത് ഗവർണർ താമസിക്കുന്ന ഗസ്റ്റ് ഹൗസിന് തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു ഹാൾ, ഈ സെമിനാർ നടക്കുന്ന ഹാൾ. അത് കഴിഞ്ഞതിന് ശേഷം 6 മണിക്കാണ് അദ്ദേഹത്തിനുള്ള ഫ്ലൈറ്റ് ഉള്ളത് ഇവിടുന്ന് കരിപ്പൂർ എയർപോർട്ടിൽ നിന്ന്. അതിന് ഈ പരിപാടി കഴിഞ്ഞ ഉടൻ തന്നെ അദ്ദേഹം ഇവിടെ നിന്ന് മടങ്ങും. ശരി വിനേഷ്, ഞാൻ വിനേഷിലേക്ക് വരാം. ഇപ്പോൾ VV അരുൺ കൂടി ചേരുന്നു. അരുൺ, ഇതിന്റെ ഒരു രാഷ്ട്രീയം അത് വളരെ വലുതല്ലേ? പ്രത്യേകിച്ച് ഗവർണർ നേരിട്ട് ഇത്തരത്തിൽ കാര്യങ്ങളിൽ ഇടപെടുകയും ഒരു വിദ്യാർത്ഥി സംഘടനയോട് യുദ്ധം കുറിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു അസാധാരണ സംഭവം എങ്ങനെയാണ്, ഇത് ഏത് രീതിയിലാണ് മുന്നോട്ട് പോകുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? പ്രത്യേകിച്ച് രാജ്ഭവൻ ഇടപെടുന്നു ഈ കാര്യങ്ങളിലൊക്കെ. മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പോസ്റ്ററുകൾ അല്ലെങ്കിൽ SFIയുടെ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ എന്നൊക്കെയുള്ള വലിയ ഗുരുതരമായ ആരോപണം ഗവർണർ ഉയർത്തുന്നുണ്ടല്ലോ. അശ്വതി, അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയവും. ഗവർണർ ഇങ്ങനെ ഒരു വിദ്യാർത്ഥി സംഘടനയെ പരസ്യമായി വെല്ലുവിളിച്ച് രംഗത്ത് വരിക, അവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട്, അവർ സ്ഥാപിച്ച പോസ്റ്റുകൾ മാറ്റാൻ അടക്കം ആവശ്യപ്പെട്ട് VC വിളിച്ചു വരുത്തുക, പോലീസ് ഉദ്യോഗസ്ഥരെ ശകാരിക്കുക, അതായത് സംസ്ഥാനത്തെ ഭരണത്തിൽ നേരിട്ട് ഒരു ഗവർണർ ഇടപെടുന്നതിന് തുല്യമായി ഈ ശ്രമങ്ങളെ വിലയിരുത്താം. അതിനപ്പുറത്തേക്ക് ഗവർണറുടെ പേരിൽ ഗവർണർ പറഞ്ഞിട്ട് രാജ്ഭവന്റെ വാർത്താക്കുറിപ്പ് എന്ന് പറയുമ്പോൾ ഗവർണർക്ക് മനസ്സിലായ കാര്യങ്ങൾ ഗവർണർ വിലയിരുത്തുന്ന എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് വാർത്താക്കുറിപ്പ് ഇറങ്ങുക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം ഒരുപക്ഷെ സംസ്ഥാനത്തെ ഭരണഘടനാ സംവിധാനങ്ങൾ തകരുന്നുവെന്ന വിലയിരുത്തലാണ്. അതാണ് അങ്ങേയറ്റം ഗുരുതരമായ, അങ്ങേയറ്റം ഗൌരവമുള്ള ആരോപണം. ഗവർണർ അത് പറയുന്നതിന്റെ രാഷ്ട്രീയം, അതിന്റെ ഉദ്ദേശ്യം മനസ്സിലാക്കിക്കൊണ്ട് തൊട്ടു പിന്നാലെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ വാർത്താക്കുറിപ്പ് വരികയുണ്ടായി. അതായത് സംസ്ഥാനത്തെ ഭരണഘടനാ സംവിധാനം തകർന്നുവെന്ന ഗവർണറുടെ ഭീഷണി കേരളത്തിൽ വിലപ്പോകില്ല. BJP നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് ഗവർണർ വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയത്. ഭരണഘടനാ വിരുദ്ധമായ നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ അംഗീകരിക്കാതെ മുന്നോട്ട് പോകുന്ന ഗവർണറുടെ നടപടി ആണ് ഭരണഘടനാ വിരുദ്ധം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും എന്തിനാണ് ഗവർണർ ഇത്തരമൊരു സ്റ്റേറ്റ്മെന്റ്, സംസ്ഥാനത്തെ ഭരണഘടനാ സംവിധാനങ്ങൾ തകർച്ചയിലാണ് എന്നൊരു സ്റ്റേറ്റ്മെന്റ്
ഗവർണർ നടത്തിയെന്നതിന്റെ ഉദ്ദേശം, അതിന്റെ ലക്ഷ്യം, അതിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു പ്രതികരണമാണ് CPM സംസ്ഥാന സെക്രട്ടറി നടത്തിയത്. സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണമടക്കം ശുപാർശ ചെയ്തേക്കാം എന്ന ഒരു ആശങ്ക CPMന് ഗവർണറുടെ സ്റ്റേറ്റ്മെന്റ് മുന്നിലുണ്ട്. അതാണ് അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ സംസ്ഥാനത്തെ ഭരണഘടനാ സംവിധാനങ്ങൾ തകരുന്നു. സ്വാഭാവികമായും ഭരണഘടനാ സംവിധാനങ്ങൾ, ക്രമസമാധാന നില തകരുന്ന ഒരു സംസ്ഥാനത്ത് ആ സർക്കാർ പിന്നീട് എങ്ങനെ മുന്നോട്ട് പോകുമെന്ന ചോദ്യം ഉയർന്നുവരും. അങ്ങനെ ഒരു സംസ്ഥാനത്ത് താൻ ഗവർണറായ സംസ്ഥാനത്ത് ഭരണഘടനാ സംവിധാനങ്ങൾ തകർന്നാൽ അവിടെ ഗവർണർക്ക് ഒരു അധികാരമുണ്ട്, അദ്ദേഹത്തിന് ഒരു ഉത്തരവാദിത്തമുണ്ട്. അവിടെ രാഷ്ട്രപതി ഭരണം ശുപാർശ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് അദ്ദേഹത്തിന് പോകാം. ഒരുപക്ഷെ ഗവർണറുടേത് ഒരു ഭീഷണിപ്പെടുത്തലാകാം, ഒരു മുന്നറിയിപ്പാകാം. അത് വളരെ ഗൌരവത്തോടെ, വളരെ പ്രാധാന്യത്തോടെയാണ് സംസ്ഥാനത്തെ സർക്കാരും CPM നേതൃത്വവും കാണുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ കുറേ നാളുകളായി ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ഗവർണറുടെ ഇടപെടലുകൾ CPM ഇടത് നേതൃത്വം ഭയക്കുന്നത്, ആശങ്കപ്പെടുന്നത് സംസ്ഥാനത്ത് ഭരണം നന്നായി പോകുന്നില്ല, സംസ്ഥാനത്ത് എല്ലാം തകരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ കേന്ദ്ര ഇടപെടൽ വേണമെന്ന ഒരു ആവശ്യം ഉന്നയിക്കാനുള്ള നീക്കം വളരെ തുടക്കത്തിലെ ഗവർണർ നടത്തുന്നു. അദ്ദേഹത്തിന്റെ ഓരോ ഇടപെടലും സർവകലാശാലകളിൽ മറ്റൊരു ഗവർണർ നടത്താത്ത ഇടപെടലുകളിലൂടെ അദ്ദേഹം മുന്നോട്ട് പോകുന്നത് രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിയെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള വിമർശനങ്ങളൊക്കെ അത്തരമൊരു നീക്കം നടത്താനുള്ള ശ്രമമാണോ എന്ന വലിയ ആശങ്ക കഴിഞ്ഞ സർക്കാർ അവസാന കാലം മുതൽ പിണറായി സർക്കാരിനുണ്ട്, ഇടതുമുന്നണി നേതൃത്വത്തിനുണ്ട്. അതിന്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായി, ഒരു പ്രത്യക്ഷത നീക്കമായാണ് CPM കേന്ദ്രങ്ങൾ ഈ പ്രസ്താവനയെ കാണുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ ആ രീതിയിൽ പ്രതിരോധിക്കാനാണ് CPMന്റെയും സർക്കാരിന്റെയും തീരുമാനം. ഗവർണറുടെ നടപടികൾ എല്ലാ സീമകളും ലംഘിച്ച് മുന്നോട്ട് പോകുന്ന വിലയിരുത്തൽ ഇടതു രാഷ്ട്രീയത്തിൽ ശക്തമാവുകയാണ്. പക്ഷെ അപ്പോഴും പ്രതിപക്ഷം ഇപ്പോഴും ഗവർണർക്കൊപ്പമുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്. സ്വാഭാവികമായും പ്രതിപക്ഷത്തെ സർക്കാരിന് രംഗത്ത് വരേണ്ട ഒരു ബാധ്യതയുണ്ട്, അല്ലെങ്കിൽ ആ നിലപാടുണ്ട്. പക്ഷേ ആരിഫ് മുഹമ്മദ് ഖാൻ ഇത്തരമൊരു നീക്കം നടത്തുമ്പോൾ അതിന്റെ രാഷ്ട്രീയം തിരിച്ചറിയാൻ പ്രതിപക്ഷത്തിന് കഴിയില്ലെന്ന വിമർശനം കൂടി CPM കേന്ദ്രങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു. SFI എന്നൊരു വിദ്യാർത്ഥി സംഘടനയ്ക്കെതിരെയുള്ള ഒരു സമരം പ്രതിഷേധം മാത്രമായല്ല CPM കേന്ദ്രങ്ങൾ, ഇടത് കേന്ദ്രങ്ങൾ ഇതിനെ കാണുന്നത്. പകരം സംസ്ഥാന സർക്കാർ ലക്ഷ്യമിട്ടുകൊണ്ട് സംസ്ഥാന ഭരണത്തെ അട്ടിമറിക്കാനുള്ള കേന്ദ്ര നീക്കത്തിന്റെ BJP തന്ത്രത്തിന്റെ ഭാഗമായാണ് CPM നേതൃത്വം ഇത് കാണുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, കൂടിക്കാഴ്ച ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. അത് ഒന്ന്, ഡൽഹിയിൽ സംസ്ഥാനത്ത് ഗവർണർക്കെതിരെ SFI പ്രതിഷേധമുണ്ടായ ദിവസം, അന്ന് അടുത്ത ദിവസം ഡൽഹിയിൽ കേന്ദ്രമന്ത്രി V മുരളീധരൻ ഗവർണറെ കണ്ടിരുന്നു. കഴിഞ്ഞ ദിവസം കോഴിക്കോട് കാലിക്കറ്റ് സർവകലാശാല ഗസ്റ്റ് ഹൌസിൽ BJP നേതാവ് K സുരേന്ദ്രൻ ഗവർണറെ കണ്ടിരുന്നു. ഇതെല്ലാം ചേർത്തു വായിക്കുകയാണ് സംസ്ഥാനത്തെ ഇടതു നേതൃത്വം. കൃത്യമായ ആസൂത്രണത്തോടുകൂടിയ നീക്കമാണ് ഗവർണർ നടത്തുന്നത്. ഒരു സർവകലാശാലയിൽ ബാനർ ഉയർന്നാൽ അതിനെതിരെ ഈ രീതിയിലുള്ള ഗവർണറുടെ പ്രതിഷേധം സ്വാഭാവികമായും അത്യസാധാരണമാണ് എന്ന വിലയിരുത്തൽ പൊതുവിൽ രാഷ്ട്രീയ കേന്ദ്രങ്ങളിലും ഉയർന്നു വരുന്നുണ്ട്. സംസ്ഥാന രാഷ്ട്രീയം മുമ്പെങ്ങുമില്ലാത്ത വിധം ഓരോ ദിവസവും കലുഷിതമാകുന്നു. സംസ്ഥാന സർക്കാരും ഗവർണറുമായുള്ള പോര്, ഗവർണർ മുഖ്യമന്ത്രിയെ പേരെടുത്തു പറഞ്ഞ് വിമർശിക്കുന്നു. മുഖ്യമന്ത്രി അതേ നാണയത്തിൽ ഇന്നലെ കണ്ണൂരിന്റെ വിപ്ലവ പാരമ്പര്യവും കണ്ണൂരിന്റെ സമര ചരിത്രവും ഒക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി നടത്തിയ പ്രസംഗവും അതും അസാധാരണമാണ്. ഇത്തരത്തിൽ ഗവർണർക്കെതിരെയുള്ള നീക്കങ്ങൾ സംസ്ഥാനത്ത് രാഷ്ട്രീയമായി ഇടതുമുന്നണി ശക്തിപ്പെടുത്തുന്നു. സർക്കാർ അതിനൊപ്പം നിൽക്കുന്നു. ഗവർണർ ഒറ്റയ്ക്കെന്ന് തോന്നുമെങ്കിലും BJPയുടെ കൂടെ ശക്തമായ പിന്തുണയോടുകൂടി സംസ്ഥാന സർക്കാരിനെതിരെ ഒരു പോരാട്ടം നയിക്കുകയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. അത് ഭരണഘടനാ തത്വങ്ങൾ അദ്ദേഹം പറയുന്നുണ്ടെങ്കിലും അതിനപ്പുറത്തേക്ക് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യം കൂടെയാണെന്നുള്ളത് ഈ ഘട്ടത്തിൽ അങ്ങനെ തന്നെ കാണേണ്ടതുമാണ്. അരുൺ, അതാണ് അത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണോ എന്ന് സംശയം തോന്നുന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഓരോ പ്രവൃത്തിയും എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ രാജ്ഭവൻ ഇറക്കിയ പ്രസ് റിലീസിലെ ഏറ്റവും ഗൗരവതരമായ ഒരു വാക്യം, ഭരണഘടനാ സംവിധാനങ്ങളുടെ തകർച്ചയ്ക്ക് മുഖ്യമന്ത്രി വേഗം കൂട്ടുന്നു എന്നുള്ളതാണ്. അത് ഏറെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒന്നല്ലേ? അരുൺ പറഞ്ഞതുപോലെ അത് ഏത് രീതിയിലേക്കാണ് ആ രാഷ്ട്രീയം പോകുന്നത് എന്നുള്ളത് ചർച്ച ചെയ്യപ്പെടേണ്ട ഒന്നാണ്. മറ്റൊന്ന്, ഈ അവിടേക്ക് വരുന്നതിന് മുമ്പ് തന്നെ വിദ്യാർത്ഥികളോട് ഒരു വെല്ലുവിളി എന്നോണം തൻ്റെ കാറിൽ ആരെങ്കിലും തൊടുകയോ അടിക്കുകയോ ചെയ്യുന്നത് ഞാൻ അനുവദിക്കില്ല, അങ്ങനെയെങ്കിൽ എന്നെ അടിക്കണം എന്ന് പറഞ്ഞ് ആക്രോശിച്ചുകൊണ്ടാണ് അങ്ങോട്ടേക്ക് സർവകലാശാലയിലേക്ക് എത്തുന്നത്. അതിനുശേഷം അന്ന് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ ഏത് പ്രതിഷേധം, എന്ത് പ്രതിഷേധം, ഏത് പോസ്റ്റർ എന്നൊക്കെ അദ്ദേഹം ചോദിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം ഒരു പ്രതിഷേധവും കണ്ടില്ല. അതേസമയം തൊട്ടടുത്ത ദിവസം തനിക്കെതിരെയുള്ള പോസ്റ്ററുകൾ നീക്കണമെന്ന് പോലീസ് ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെടുകയും അത് ആവശ്യപ്പെടാതെ വന്നപ്പോൾ കാറിൽ നിന്ന് ഇറങ്ങി അവിടെ എത്തി അത് മാധ്യമങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ വൈസ് ചാൻസലറെ ഫോണിൽ വിളിച്ച് ശകാരിക്കുന്നത് അടക്കമുള്ള ദൃശ്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. അപ്പോൾ ആ രീതിയിൽ രാഷ്ട്രീയമായി തന്നെ താനും മുന്നോട്ട് പോകുന്നു എന്ന് പരസ്യമായി പറയുകയല്ലേ ഗവർണർ?
തീർച്ചയായും ഇത്തരം വെല്ലുവിളികളൊക്കെ നമ്മൾ നേരത്തെ കണ്ടിട്ടും കേട്ടിട്ടുള്ളത് രണ്ട് യുവജന സംഘടനകൾ തമ്മിലോ രണ്ട് വിദ്യാർത്ഥി സംഘടനകൾ തമ്മിലോ അങ്ങേറ്റം പോയാൽ രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലോ ഒക്കെയാണ് ഇത്തരത്തിൽ പരസ്യ വെല്ലുവിളികൾ, പരസ്പരം കളിയാക്കലുകൾ, പുതിയ ഭാഷയിൽ പറഞ്ഞ ട്രോളുകളൊക്കെ. പക്ഷേ ഗവർണർ അക്ഷരാർത്ഥത്തിൽ SFI ട്രോളുകയായിരുന്നു. കോഴിക്കോട് വന്നിറങ്ങുമ്പോൾ എവിടെ പ്രതിഷേധം, എവിടെ ബാനർ, എവിടെയാണ് എന്നെ തടയുമെന്ന് പറഞ്ഞവർ? അവർ നിലപാട് മാറ്റിയോ? ഇപ്പോൾ എന്നെ തടയണ്ടേ? പ്രതിഷേധം മാത്രമായി ഒതുങ്ങിയോ? SFIക്ക് എന്തു പറ്റി എന്നൊക്കെ രീതിയിൽ ഗവർണർ വളരെ ആക്ഷേപകരമായ രീതി അല്ലെങ്കിൽ അവരെ കളിയായിക്കൊണ്ടുള്ള പ്രതികരണമാണ് നടത്തിയത്. പരമാവധി പ്രകോപിപ്പിക്കാൻ ശ്രമം ഗവർണർ നടത്തി. പക്ഷേ SFI എന്ന ആ പ്രതിഷേധം അവിടെ അവസാനിപ്പിച്ച് പോവുകയായിരുന്നു. അതിനപ്പുറത്തേക്ക് ഒരു പക്ഷേ SFI അല്ല ഒരു വിദ്യാർത്ഥി സംഘടനയ്ക്കും കേരളത്തിൽ ഒരു ഗവർണർക്കെതിരെ പ്രവർത്തിക്കാനാകുമോ എന്ന കാര്യം സംശയമാണ്. കാരണം ഗവർണർ അത്ര അധികം ഭരണഘടനാ അധികാരങ്ങളുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിനെതിരെയുള്ള ഏത് നീക്കവും സംസ്ഥാനത്തെ ക്രമസമാധാന നില തകർച്ചയായി എന്നതിന്റെ വിലയിരുത്തലായി കേന്ദ്ര സർക്കാർ എടുക്കും. അത് സംസ്ഥാനം ആഗ്രഹിക്കാത്തൊരു കാര്യമാണ്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ SFIയുടെ പ്രതിഷേധം അവിടെ അവസാനിപ്പിച്ച് പോകണമെന്ന നിർദ്ദേശം, കർശന നിർദ്ദേശം CPI നേതൃത്വം കൂടി നൽകിയത്. അതിന്റെ ഒരു രാഷ്ട്രീയ പ്രാധാന്യം ഗവർണറുടെ ഉദ്ദേശമൊക്കെ തിരിച്ചറിയുന്ന നീക്കമാണ്. പക്ഷേ അതിനുശേഷവും ഒരു ഇഞ്ച് വിട്ടുകൊടുക്കാതെ ഗവർണർ മുന്നോട്ട് പോകുന്നു. ഇന്നലെ ഈ ബാനർ അഴിപ്പിക്കുന്നു. അത് തിരിച്ചു കിട്ടാൻ SFIയും തയ്യാറായി വരുന്നു. അക്ഷരാർത്ഥത്തിൽ ഗവർണറുടെ ഈ നീക്കങ്ങൾ സംസ്ഥാനം കണ്ടിട്ടില്ലാത്തതാണ്. ഒരു വിദ്യാർത്ഥി സംഘടന ഗവർണർക്ക് ഇത്തരം സമരരംഗത്തേക്ക് ഇറങ്ങുന്നതും സംസ്ഥാനം കണ്ടിട്ടില്ലാത്തതാണ്. അതിനപ്പുറത്തേക്ക് നേരത്തെ സൂചിപ്പിച്ച ഗവർണറുടെ ഈ വാർത്താക്കുറിപ്പിലെ പ്രസ് റിലീസ് എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് രാജ്ഭവൻ ഇന്നലെ പുറത്തിറക്കിയ ഈ ബാനർ അഴിച്ചുമാറ്റാൻ ഗവർണർ നിർദ്ദേശം നൽകിയ ശേഷം പുറത്തിറക്കിയ വാർത്താക്കുറിപ്പ് അവസാന 2-3 വരികളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. Honorable Governor feels that this cannot happen without the direction of the Chief Minister and that this clearly is the beginning of the collapse of the കോൺസ്റ്റിറ്റ്യൂഷണൽ മെഷീനറി ഇൻ ദ സ്റ്റേറ്റ്. അതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഗവർണർ പറയുന്നു, ഗവർണർ ഫീൽ ചെയ്യുന്നു, അദ്ദേഹത്തിന് അങ്ങനെ തോന്നുന്നു. അല്ലാതെ രാജ്ഭവന്റെ ഒരു വാർത്താക്കുറിപ്പ് ഒരു ആരോപണമായാലും ഗവർണറുടെ കൃത്യമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വാർത്താക്കുറിപ്പ് ഇറക്കിയിരിക്കുന്നത്. ഈ അക്രമ സംഭവങ്ങൾ അല്ലെങ്കിൽ ക്യാമ്പസിൽ നടക്കുന്ന SFIയുടെ സമരങ്ങൾ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് ബാനർ കെട്ടിയെന്ന ഗവർണറുടെ ആരോപണം, ഗവർണർ താമസിക്കുന്ന സ്ഥലത്ത് അദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടുള്ള ബാനർ കെട്ടിയത് പോലീസുകാരാണെന്ന അത്യസാധാരണ ആരോപണം നേരത്തെ ഗവർണർ ഉന്നയിച്ചിരുന്നു. പോലീസ് ജീപ്പുകളിലാണ്, പോലീസ് വാഹനങ്ങളിലാണ് SFIക്കാരെ കൊണ്ടിറക്കി തന്നെ തനിക്കെതിരെ പ്രതിഷേധമുണ്ടാക്കിയത് ആരോപണം അദ്ദേഹം ഉന്നയിച്ചിരുന്നു. ഇതെല്ലാം ആരിഫ് മുഹമ്മദ് ഖാൻ വെച്ച് നോക്കുമ്പോൾ ഒരു ആരോപണമായി മാത്രം നിൽക്കില്ല. സ്വാഭാവികമായും ഇതേ പറ്റി കൃത്യമായ വിവരങ്ങൾ ഇതേ കാര്യം അദ്ദേഹം കേന്ദ്ര സർക്കാരിനെയും ആഭ്യന്തര മന്ത്രാലയത്തെയും രാഷ്ട്രപതിയെയും ഒക്കെ അറിയിക്കുമെന്ന് ഉറപ്പാണ്. അങ്ങനെ സംസ്ഥാനത്ത് ഇത്തരം നീക്കങ്ങൾ നടത്തുന്നത് മുഖ്യമന്ത്രിയുടെ അറിവോടും നിർദ്ദേശത്തോടും കൂടിയാണ്. അത് സംസ്ഥാനത്തെ ഭരണഘടനാ സംവിധാനത്തിന്റെ കൊളാപ്സിലേക്ക്, ഭരണഘടനാ സംവിധാനങ്ങൾ തകർച്ചയുടെ തുടക്കമായാണ് ഗവർണർ കാണുന്നത്. ഹി സെഡ് ദാറ്റ് ദ ഡെലിബറേറ്റ് ആക്ഷൻസ് ഓഫ് ദ ചീഫ് മിനിസ്റ്റർ, അതായത് മുഖ്യമന്ത്രിയുടെ കൃത്യമായ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിന്റെ അറിവോടുകൂടിയാണ് മുഖ്യമന്ത്രിയാണ് ഈ സംസ്ഥാനത്തെ ഭരണഘടനാ സംവിധാനങ്ങളുടെ ബ്രേക്ക് ഡൌണിലേക്ക്, അതിന്റെ തകർച്ചയിലേക്ക്, നിശ്ചലാവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. അതായത് സംസ്ഥാന ഭരണം തകരുന്നു, ഭരണഘടനാ സംവിധാനങ്ങൾ തകരുന്നു, അവിടെ കൃത്യമായൊരു ഇടപെടൽ വേണമെന്ന ഒരു പരോക്ഷത്തിലുള്ള ഒരു ആവശ്യമാണ് ഈ വാർത്താക്കുറിപ്പിലൂടെ രാജ്ഭവൻ ഉന്നയിച്ചിരിക്കുന്നത്. വരും മണിക്കൂറുകളിൽ, വരും ദിവസങ്ങളിൽ അതിന് പുതിയ മാനങ്ങൾ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. ഒരുപക്ഷെ ഗവർണർക്കെതിരെ SFI പ്രതിഷേധം കടുപ്പിച്ചാൽ സർക്കാരിലെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഗവർണർക്കെതിരെ ഇന്നലെ വരെ സ്വീകരിച്ച അതേ ശക്തമായ നിലപാടുകൾ തുടർന്നാൽ കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന അവസ്ഥയിലേക്ക് എത്തുമെന്ന ആശങ്ക പൊതുവിൽ ഉയരുന്നുണ്ട്. അത് മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ഒരു വിലയിരുത്തലാണ് CPM സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്ത് ഇന്നലെ ഉണ്ടായത്. ശരി അരുൺ, ഞാൻ വിനേഷ് കുമാറിലേക്ക് കൂടി പോവുകയാണ്. വിനേഷ് അവിടെ സർവകലാശാലയ്ക്ക് മുന്നിലാണുള്ളത്. ഇന്ന് വിനേഷ് അങ്ങോട്ടേക്ക് മാധ്യമപ്രവർത്തകർക്ക് പോലും പ്രവേശനമില്ല എന്ന് പറയുമ്പോൾ അവിടെ ബാരിക്കേഡ് തീർത്തിട്ടുണ്ടോ? എന്തായാലും SFIക്കാർ അങ്ങോട്ടേക്ക് എത്തുമെന്നുള്ളത് നമുക്ക് ഉറപ്പുള്ള കാര്യമാണ്. അത്രത്തോളം ചൊടിപ്പിച്ചിട്ടുണ്ട് വിദ്യാർത്ഥികളെയും ഗവർണർ. അശ്വതി, ഇപ്പോൾ മാധ്യമപ്രവർത്തകർക്ക് ഇങ്ങോട്ട് അകത്ത് പോകാനുള്ള അനുമതി ലഭിച്ചിട്ടുണ്ട്. മാധ്യമപ്രവർത്തകർക്ക് ഇന്നലെ നമ്മൾ നിന്നിരുന്ന അതേ ഭാഗത്തേക്ക് തന്നെ പോകാനുള്ള അനുമതി ഇപ്പോഴാണ് ലഭിച്ചത്. രാവിലെ ഇവിടേക്കുള്ള പ്രവേശനം നിഷേധിച്ചിരുന്നു. എന്നാൽ അതിനുശേഷമാണ് ഇപ്പോൾ ഡിവൈഎസ്പിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം അകത്തേക്ക് പോകാം എന്നുള്ളൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി. കാരണം എന്തായാലും ഇവിടെ സന്ദർശകർക്ക് എന്തായാലും ഇവിടെ ഇങ്ങോട്ട് പോകാൻ തൽക്കാലത്തേക്ക് കഴിയില്ല. ആ രീതിയിൽ തന്നെയാണ് കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചിട്ടുള്ളത്. വലിയൊരു പോലീസ് സന്നാഹമുണ്ട്. പഴുതടച്ച സുരക്ഷാ സംവിധാനമാണ്. ഇന്നലെ ഉള്ളതിനേക്കാൾ 3 ഇരട്ടി പോലീസ് ഉണ്ടാവും. കാരണം ഇന്നലെ തന്നെ 650ഓളം പോലീസുണ്ട്. ഇന്ന് പക്ഷേ 2000-ലധികം പോലീസുകാരാണ് പൂർണ്ണമായും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒരു കവചം തീർത്തിരിക്കുന്നത്. കാരണം ഇതിനകത്തേക്ക് കയറി വരാൻ ഈ പ്രധാന കവാടം കൂടാതെ മറ്റു 4-5 സ്ഥലങ്ങളുണ്ട്. അവിടെ എല്ലാം തന്നെ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാം തന്നെ കൃത്യമായ പരിശോധനകളും നടക്കുന്നുണ്ട്.
ആളുകളെ ഒരു കാരണവശാലും ക്യാമ്പസിൻ്റെ അകത്തേക്ക് ആളുകളെ കടത്തിവിടില്ല. ഇന്ന് 3:30 പരിപാടി ഉള്ളത്, അതായത് ഈ ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയുള്ളത്. അതിനുശേഷം അദ്ദേഹം തിരിക്കും. അതുവരെ പക്ഷേ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് SFI പറയുന്നത്. ഇന്നലെ രാത്രി SFI മുമ്പ് സ്ഥാപിച്ച ബാനറുകളെല്ലാം തന്നെ എടുത്തു മാറ്റാൻ ഗവർണർ കർശന നിർദ്ദേശം നൽകിയിരുന്നു. അതേ തുടർന്ന് ഇത് എടുത്തു നീക്കിയതിന് തൊട്ട് പിന്നാലെ ഒരു മണിക്കൂറിനകം തന്നെ SFI പ്രവർത്തകർ സംഘടിച്ചെത്തി വീണ്ടും പല ഇടങ്ങളിലായി ഇത്തരത്തിലുള്ള ബാനറുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഇതുവരെയും എടുത്തു നീക്കം ചെയ്തിട്ടില്ല. ഇന്ന് ഗവർണറുടെ നിലപാട് എന്തായിരിക്കും? ഈ ബാനറുകൾ എടുത്തു നീക്കാൻ വീണ്ടും ഗവർണർ ആവശ്യപ്പെടുമോ എന്നുള്ള കാര്യം കൂടി അറിയേണ്ടതുണ്ട്. അങ്ങനെ എടുത്തു നീക്കാൻ പോലീസ് തയ്യാറാവുകയാണെങ്കിൽ അത് SFI പ്രവർത്തകർ സംഘടിച്ചെത്തും. ഇത് കൂടുതൽ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകും. ഇന്നലെ വൈകുന്നേരം സംഭവിച്ചതും ഇത് തന്നെയാണ്. അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും SFIയുടെ പ്രതിഷേധ പരിപാടികൾ ഇന്നും തുടരും. ഇന്നലെ ഒരു സ്വകാര്യ പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗവർണർ അതിൽ പങ്കെടുത്തിരുന്നു, ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. ഇന്നലെ സമരം പരിപാടികളൊന്നും തന്നെ ഉണ്ടാവില്ല എന്ന് SFI തീരുമാനിച്ചതാണ്. പക്ഷേ വൈകുന്നേരം എത്തുമ്പോഴത്തേക്ക് ചിത്രം മാറി. കാരണം ഈ ബാനറുകൾ എടുത്തു നീക്കാൻ ഗവർണർ പോലീസിനെ അറിയിച്ചു. പോലീസിന് അതിരൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് SP-യോട് ഇത് എടുത്തു മാറ്റാൻ നിർദ്ദേശം നൽകിയത്. ഇതേ തുടർന്നാണ് ഇത് എടുത്തു മാറ്റുകയും പിന്നീട് സംഘടിച്ചെത്തിയ SFI പ്രവർത്തകർ അവിടെ തന്നെ വീണ്ടും ഈ ബാനറുകൾ. ഇന്ന് 3:30 ഈ സെമിനാർ ഉള്ളത്. ഗവർണറുടെ പരിപാടികൾ അതെങ്ങനെയാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്? ഇന്ന് അദ്ദേഹം അവിടെ നിന്ന് മടങ്ങുമോ? ഈ പരിപാടി കഴിഞ്ഞ ഉടനെ, സെമിനാർ കഴിഞ്ഞ ഉടനെ അവിടെ നിന്ന് മടങ്ങാനുള്ള സാധ്യതയുണ്ടോ? അതോ അവിടെ തന്നെ തുടരുമോ? അശ്വതി സെമിനാർ കഴിഞ്ഞ ഉടനെ തന്നെ പോകും. 6 മണിക്ക് ആണ് അദ്ദേഹത്തിൻ്റെ ഫ്ലൈറ്റ് ഉള്ളത്. 6 മണിക്ക് തന്നെ അദ്ദേഹം ഇവിടെ നിന്ന് തിരിക്കും എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. ഇനി അതിൽ ഈ ഷെഡ്യൂളിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റമുണ്ടോ എന്നുള്ളത് ഇപ്പോൾ വ്യക്തമല്ല. കാരണം ഈ 3:30 ഈ പരിപാടി ഉള്ളത്. അതായത് ഈ ഭാരതീയ വിചാര കേന്ദ്രം സംഘടിപ്പിക്കുന്ന പരിപാടി ഉള്ളത് 3:30 അതിൽ പങ്കെടുത്ത ശേഷം, അത് നേരത്തെ തീരുമാനിച്ചൊരു പരിപാടി കൂടിയാണ്. അത് ഈ അദ്ദേഹം താമസിക്കുന്ന ഈ ഗസ്റ്റ് ഹൗസ്, ഈ ക്യാമ്പസിനകത്ത് അദ്ദേഹം താമസിക്കുന്ന ഗസ്റ്റ് ഹൗസ് ഉണ്ട്. ആ ഗസ്റ്റ് ഹൗസിന് സമീപം തന്നെയുള്ള ഹാളിലാണ് ഈ പരിപാടി, ഈ ഒരു സെമിനാർ നടക്കുന്നത്. അതിൽ പങ്കെടുത്ത ഉടൻ തന്നെ അദ്ദേഹം മടങ്ങും എന്നാണ് ഇപ്പോൾ ഷെഡ്യൂളിൽ അങ്ങനെയാണുള്ളത്. ഇനി അതിൽ മറ്റേതെങ്കിലും ഈ ഒരു പ്രതിഷേധം ശക്തമായൊരു സാഹചര്യത്തിൽ വീണ്ടും അദ്ദേഹം ഒരു പ്രകോപനം എന്നുള്ള രീതിയിൽ വീണ്ടും ഇവിടെ 2 ദിവസം കൂടെ താമസിക്കും എന്നോ അങ്ങനെ മറ്റെന്തെങ്കിലും തീരുമാനത്തിലേക്ക് വരികയാണെങ്കിൽ കൂടുതൽ വഷളാവും കാര്യങ്ങൾ. പക്ഷേ അങ്ങനെ ഒരു നീക്കം ഉണ്ടാവുമോ ഗവർണറുടെ ഭാഗത്ത് നിന്ന് എന്നുള്ളത് കണ്ടറിയേണ്ടതുണ്ട്. നിലവിൽ ഇപ്പോൾ ചെയ്തിരിക്കുന്ന ഷെഡ്യൂൾ അനുസരിച്ച് അദ്ദേഹം 6 മണിയുടെ ഫ്ലൈറ്റിന് തിരിച്ചു പോവുക എന്നുള്ളത് തന്നെയാണ്. അങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും SFI പ്രവർത്തകർ രാവിലെയൊന്നും SFI പ്രവർത്തകർ ഇങ്ങോട്ട് എത്തിയിട്ടില്ല. ഈ ബാനറുകൾ വീണ്ടും മാറ്റാൻ ഗവർണർ പറയുകയാണെങ്കിൽ അവർ സംഘടിച്ചെത്തി തടയും എന്നുള്ളൊരു നിലപാടിൽ തന്നെയാണ്. എന്തായാലും പോലീസിൻ്റെ ഒരു നിസ്സഹായാവസ്ഥ കൂടിയാണ് നമ്മൾ ഇന്നലെ മുതൽ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഇവർ സ്ഥാപിച്ച ബാനറുകൾ ഗവർണർ നീക്കാൻ പറയുന്നു, പോലീസ് അത് നീക്കം ചെയ്യുന്നു, പിന്നീട് ഇവർ സംഘടിച്ചെത്തുന്നു, പോലീസുമായി പ്രശ്നങ്ങളുണ്ടാകുന്നു, അവരവിടെ തന്നെ കൂടുതൽ ബാനറുകൾ സ്ഥാപിക്കുന്നു. അത് പോലീസിന് ഇതുവരെ നീക്കം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഈ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ക്യാമ്പസിലുള്ളത്. ശരി വിനേഷ്, എന്തായാലും വിനേഷ് സൂചിപ്പിച്ചതുപോലെ അക്ഷരാർത്ഥത്തിൽ പോലീസ് പെട്ട ഒരവസ്ഥ തന്നെയാണ് കോഴിക്കോട് സർവകലാശാലയിൽ, കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിനുള്ളിൽ ഇപ്പോൾ നിയമിച്ചിട്ടുള്ള പോലീസിൻ്റെ കാര്യം. ഇന്നലെ നമ്മളത് കണ്ടതാണ് നേരിട്ട്. ബാനർ മാറ്റുകയാണെങ്കിൽ SFIക്കാരുടെ മുഖം കറക്കും, ബാനർ അവിടെ തന്നെ ഉണ്ടെങ്കിൽ ഗവർണറുടെ മുഖം കറക്കും. ആര് പറയുന്നത് കേൾക്കും എന്ന നിസ്സഹായ അവസ്ഥയിലാണ് അവിടുത്തെ പോലീസ് എന്നുള്ളതാണ്. എന്തായാലും വിനേഷ് കുമാറും VV അരുണുമാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഇന്ന് പ്രധാനപ്പെട്ട പല കേസുകളും ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നുണ്ട്. സംസ്ഥാനത്തെ സർവകലാശാലകളിൽ സ്ഥിരം വൈസ് ചാൻസലർമാരെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ പൊതുതാൽപര്യ ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇന്ന് പരിഗണിക്കും. മറ്റൊന്ന്, നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന്റെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് നൽകിയ അപ്പീലാണ്. മറ്റൊന്ന്, യുവ ഡോക്ടർ ഷഹനയുടെ മരണത്തിൽ പ്രതി റുവൈസിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നുണ്ട്. നവമി ദിനേശാണ് കോടതി വാർത്തകളുമായി ചേരുന്നത്. നവമി, വെരി ഗുഡ് മോർണിംഗ്. നവമി, ആദ്യം നമുക്ക് സർവകലാശാലകളിൽ സ്ഥിരം വൈസ് ചാൻസലർമാരെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജി അത് ഡിവിഷൻ ബെഞ്ചിലേക്ക് എത്തുമ്പോൾ എന്തൊക്കെയാണ് പ്രതീക്ഷിക്കേണ്ടത്? വെരി ഗുഡ് മോർണിംഗ് അശ്വതി. സർവകലാശാലകളിൽ സ്ഥിരമായിട്ടുള്ള VC നിയമനം ആവശ്യപ്പെട്ടുള്ള ഹർജിയാണ് ഇന്ന് ഹൈക്കോടതിയിൽ പ്രധാനമായും എത്തുന്നത്. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റിയിലെ
കോളേജ് അധ്യാപികയായിരുന്ന ഡോക്ടർ മേരി ജോർജാണ് ഇത്തരത്തിലൊരു ആവശ്യവുമായി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും പറയുന്നത് കേരള MG, ക്യുസാറ്റ് കണ്ണൂർ, KTU, മലയാളം, അഗ്രികൾച്ചർ, ഫിഷറീസ് നിയമന സർവകലാശാലകളിൽ സ്ഥിരം VCയെ നിയമിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിൽ KTU നിയമപ്രകാരം 6 മാസത്തിൽ കൂടുതൽ ഒരു VC ഉണ്ടാകാൻ പാടില്ല എന്നുള്ളൊരു നിയമം നിലനിൽക്കെ ഇതിൽ KTUവിൽ 1 വർഷമായി ഒരു VC താൽക്കാലിക VC നിയമനം തുടരുന്നു എന്നൊരു ആക്ഷേപം ചൂണ്ടിക്കാട്ടിയായിരുന്നു ഇത്തരത്തിലൊരു ഹർജി നൽകിയിരിക്കുന്നത്. എന്തായാലും സ്ഥിരമായിട്ടുള്ള VC നിയമനം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി ഇന്ന് കോടതിയിൽ പരിഗണിക്കുകയാണ്. UGC ചട്ടപ്രകാരം സെർച്ച് കമ്മിറ്റി രൂപീകരിച്ച് VC നിയമനങ്ങൾ നടത്താൻ ഗവർണർക്കും അതോടൊപ്പം തന്നെ ന്യൂവാൾ ചാൻസലറായ ചീഫ് ജസ്റ്റിസിനും അധികാരമുണ്ടെന്നാണ് ഹർജിയിൽ ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ പൊതു താൽപര്യ ഹർജി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് പരിഗണിക്കേണ്ടതുണ്ടെന്നും ന്യൂവാൾ ചാൻസലർ എന്ന നിലയിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് എതിർകക്ഷിയായ ഈ ഒരു കേസിൽ ജസ്റ്റിസുമാരായ മുഹമ്മദ് മുഷ്താഫ്, ശോഭ അന്നമ്മ ഈപ്പൻ എന്നിവർ ചേർന്നുള്ള ഡിവിഷൻ ബെഞ്ചായിരിക്കും ഈ ഹർജി പരിഗണിക്കുക. എന്തായാലും ഇന്ന് ഉറ്റുനോക്കുന്ന ഒരു വാർത്ത കൂടിയാണ്. ഈ ഗവർണറുടെ ഈ VC നിയമനവുമായി ബന്ധപ്പെട്ടുള്ള പല വിവാദങ്ങളും നിലനിൽക്കെ ഈ ഒരു ഹർജി ഇന്ന് പരിഗണിക്കുമ്പോൾ ഏറെ ശ്രദ്ധയോടെയാണ് ആ ഹർജിയെ വീക്ഷിക്കുന്നത്. നവമി, മറ്റൊന്ന് നടിയെ ആക്രമിച്ച കേസിൽ ക്രൈംബ്രാഞ്ച് നൽകിയ അപ്പീൽ ദിലീപിന്റെ ജാമ്യം റദ്ദാക്കണമെന്നുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് ക്രൈംബ്രാഞ്ച് അപ്പീലിൽ ഹർജിയിൽ ആവശ്യപ്പെട്ടുള്ളത്? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അശ്വതി, ദിലീപിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന ആവശ്യവുമായി ക്രൈംബ്രാഞ്ച് ഹൈക്കോടതിയിൽ ഒരു ഹർജി നൽകിയിരുന്നു. ഇത് വളരെ അധികം നാളുകളായി ഇത് പരിഗണിക്കുന്നത് മാറ്റിക്കൊണ്ടേയിരിക്കുകയാണ്. എന്തായാലും കേസ് ഇന്ന് വീണ്ടും പരിഗണിക്കുമ്പോൾ പ്രധാനമായും ക്രൈംബ്രാഞ്ച് ഇതിൽ പറയുന്നത് ഈ ഒരു അന്വേഷണത്തെ സ്വാധീനിക്കാൻ, ഈ സാക്ഷികളെ സ്വാധീനിക്കാനും അന്വേഷണത്തിനെ മറ്റൊരു വഴി തിരിച്ചുവിടാനും ദിലീപ് ശ്രമിക്കുന്നു എന്നൊരു പ്രധാനപ്പെട്ട ആരോപണമാണ് ക്രൈംബ്രാഞ്ച് ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദിലീപിന്റെ ജാമ്യ വ്യവസ്ഥകൾ റദ്ദാക്കണം. ഈ കേസിന്റെ വിചാരണ ഇങ്ങനെ നീളുന്നത് ശരിയായിട്ടുള്ളൊരു നടപടിയല്ല. അതിജീവിതയുടെ നീതി ഇപ്പോഴും അകലെ തന്നെ നിൽക്കുന്നു എന്നൊരു വാദം കൂടി ക്രൈംബ്രാഞ്ച് കോടതിയിൽ ഉന്നയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ദിലീപിന്റെ ജാമ്യം റദ്ദാക്കണം. ഈ കേസിനെ എത്രയും വേഗം വിചാരണ പൂർത്തിയാക്കാനുള്ള നടപടികളിലേക്ക് കടക്കണമെന്നൊരു ആവശ്യമാണ് ക്രൈംബ്രാഞ്ച് കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ദിലീപിന്റെ ഈ വിചാരണ നീളുന്നതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ തന്നെ സർക്കാർ ഒരു ഹർജി നൽകിയിരുന്നു. കാരണം ദിലീപ് ഇത്തരത്തിൽ ഇടപെടുന്നത് കൊണ്ടാണ് ദിലീപിന്റെ അഭിഭാഷകർ ഈ ഒരു വിധിയെ കൃത്യമായിട്ടുള്ള വിസ്താരങ്ങളൊന്നും പൂർത്തിയാക്കാതെ നീട്ടിക്കൊണ്ടുപോകുന്നു. ഇത് അതിജീവിതയ്ക്കുള്ള ഒരു നീതി നിഷേധമായി തുടരുന്നു എന്നൊരു ആരോപണം കൂടി സുപ്രീം കോടതിയിലും സർക്കാർ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ഈ ബാലചന്ദ്രകുമാറിന്റെ വിസ്താരണ പോലും നീട്ടിക്കൊണ്ടുപോകുന്നു. ക്രോസ് വിസ്താരമൊക്കെ ഏകദേശം 1.5 മാസത്തോളം നീളുന്നു എന്നൊരു ആക്ഷേപം കൂടി ഉയരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ദിലീപിന്റെ ജാമ്യം റദ്ദാക്കി ഈ കേസിനെ എത്രയും വേഗം വിചാരണ പൂർത്തിയാക്കണമെന്നൊരു ആവശ്യവുമാണ് ക്രൈംബ്രാഞ്ച് കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ഈ ഹർജി കൂടി ഇന്ന് പരിഗണിക്കുകയാണ്. അശ്വതി, ഈ സ്ത്രീധനവുമായി ബന്ധപ്പെട്ട് കേരളം ഒരു വലിയ ചർച്ച ഈയിടയ്ക്ക് നടത്തിയത് യുവ ഡോക്ടർ ഷഹനയുടെ മരണവുമായി ബന്ധപ്പെട്ടായിരുന്നു. ഈ പ്രതി റുവൈസിന്റെ ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരുമ്പോൾ നമ്മൾ എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? എന്തൊക്കെ കാര്യങ്ങളാണ് അന്വേഷണ സംഘം കോടതിയെ ധരിപ്പിച്ചിട്ടുള്ളത്? കേരളം തന്നെ വളരെ ഞെട്ടലോടെ കേട്ട ഒരു വാർത്തയായിരുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ PG വിദ്യാർത്ഥിയായ ഷാനയുടെ ഈ ഒരു ആത്മഹത്യ. അതിൽ കൃത്യമായി തന്നെ റുവൈസിനെതിരെ ആത്മഹത്യാ കുറിപ്പിലൊക്കെ കൃത്യമായി ഒരു സ്ത്രീധനത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഈ കുടുംബവും ഈ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയായിരുന്നു. ഇതിൻ്റെ ഒരു മാനസിക വിഷമം കൊണ്ടാണ് ഇരുവരും പ്രണയത്തിലായിരുന്നു. പക്ഷേ സ്ത്രീധനം ആവശ്യപ്പെട്ടത് കൊണ്ടാണ് ഇങ്ങനെ ഇത്തരത്തിലൊരു ആത്മഹത്യക്ക് നയിച്ചത് എന്നത് കുടുംബം തന്നെ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്ന ഒരു കാര്യമാണ്. എന്തായാലും ഇന്ന് ജാമ്യ ഹർജി പരിഗണിക്കുമ്പോൾ പ്രധാനമായും കോടതി നിരീക്ഷിച്ചത് ഇതൊരു പ്രാഥമിക ഘട്ടത്തിലാണ് ഈ ഒരു അന്വേഷണം. അതും റുവൈസിനെതിരെ ഗുരുതര കുറ്റങ്ങളാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ജാമ്യം നൽകാൻ വകുപ്പില്ല എന്ന് നേരത്തെ തന്നെ കോടതി വ്യക്തമാക്കിയിരുന്നു. അതോടൊപ്പം തന്നെ അന്വേഷണ സംഘം ഈ കുറ്റാരോപിതനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൂടുതൽ ചോദ്യം ചെയ്യണം, കൂടുതൽ തെളിവുകൾ ശേഖരിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ജാമ്യം നൽകരുത് എന്നൊരു ആവശ്യം കൂടി അന്വേഷണ സംഘം കോടതിയിൽ ഉന്നയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ
ഇന്ന് റുവൈസിന്റെ ജാമ്യം നൽകുക എന്നുള്ളത്, ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കുമ്പോൾ ജാമ്യം നൽകുമോ എന്നുള്ളതാണ് ഇനി നോക്കിക്കാണേണ്ടത്. ജാമ്യം നൽകാനുള്ള സാധ്യതയും വിരളമാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു കൂടുതൽ അന്വേഷണത്തിനും കൂടുതൽ ചോദ്യം ചെയ്യലിനുമൊക്കെ കസ്റ്റഡിയിലും ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് അന്വേഷണ സംഘം കോടതിയിൽ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജാമ്യം നൽകുമോ എന്നതാണ് ഇനി നോക്കിക്കാണേണ്ടത്. ഇവർ പ്രണയത്തിലായിരുന്ന സമയത്ത് ഇത്തരത്തിൽ സ്ത്രീധനം ചോദിച്ചുവെന്നും ഇതിനെ തുടർന്നാണ് ഷാൻ ആത്മഹത്യ ചെയ്തതെന്നടക്കമുള്ള കാര്യങ്ങളെല്ലാം ആത്മഹത്യാ കുറിപ്പിൽ അടക്കമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ പ്രാഥമികമായി റുവൈസിനെതിരെ ഇത്തരം കുറ്റങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ജാമ്യം നൽകുന്നത് വളരെ വിദൂരമാണ്. എങ്കിൽ പോലും ഇന്ന് ആ ഒരു ജാമ്യാപേക്ഷ ഇന്ന് കോടതിയിൽ എത്തുമ്പോൾ ആ ഒരു കേസിനെ നമ്മൾ വളരെ വ്യക്തമായിട്ടാണ് നോക്കിക്കാണുന്നത്. അശ്വതി, നവമി, ഇന്ന് ഗൗരവമുള്ള കോടതി വാർത്തകളാണ് പ്രഭാത കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തതുകൊണ്ട് തന്നെ ഇന്ന് നവമിയുടെ പതിവ് ചിരി കണ്ടില്ല. കൊച്ചിയിലെ അന്തരീക്ഷം എങ്ങനെയാണ്? ഇവിടെ തിരുവനന്തപുരത്ത് നല്ല മഴയായിരുന്നു, ഇന്നലെ മുഴുവൻ മഴയായിരുന്നു, ഇന്നും ഒരു അടഞ്ഞ കാലാവസ്ഥയാണ്. കൊച്ചിയിൽ എങ്ങനെയാണ് കാലാവസ്ഥ? തീർച്ചയായും അശ്വതി, ഇന്ന് ഹൈക്കോടതിയിൽ പ്രധാനപ്പെട്ട കേസുകളാണ്. ഒപ്പം തന്നെ ശബരിമലയിലെ തിരക്കുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്ന് ഹൈക്കോടതിയിൽ പരിഗണിക്കുമ്പോൾ അത് വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കേണ്ട ഒരു സാഹചര്യം തന്നെയാണ്. ഒപ്പം കൊച്ചിയിലെ കാലാവസ്ഥ ഇന്നലെ വൈകുന്നേരത്തോടുകൂടി ചെറിയൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു. രാത്രിയൊക്കെ ശക്തമായ മഴയുണ്ടെങ്കിൽ പോലും ഇന്ന് വളരെ ശാന്തമായ കാലാവസ്ഥയാണ്. സൂര്യൻ്റെ പ്രകാശമൊന്നും വന്നു തുടങ്ങുന്നതേ ഉള്ളൂ. എന്തായാലും ഇനിയും മഴയുണ്ടാകുമോ എന്ന് നമുക്കറിയില്ല. മഴ മുന്നറിയിപ്പൊക്കെ മധ്യ കേരളത്തിലുണ്ട്. എന്തായാലും മഴ പ്രതീക്ഷിക്കുന്നുണ്ട്. ആ മഴയുടെ ഒരു അന്തരീക്ഷമൊക്കെ നിലനിൽക്കുന്നുണ്ട്. അശ്വതി, ശരി നവമി, എന്തായാലും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് നവമിക്കും കൊച്ചിയിലുള്ള ഞങ്ങളുടെ സഹപ്രവർത്തകർക്കും. നവകേരള സദസ്സ് കൊല്ലം ജില്ലയിലാണ്. പത്തനാപുരത്താണ് ആദ്യ സദസ്സ്. പുനലൂർ, കൊട്ടാരക്കര, കുന്നത്തൂർ തുടങ്ങിയ മണ്ഡലങ്ങളിലും സദസ്സ് നടക്കും. ഗവർണർ വിഷയത്തിൽ മുഖ്യമന്ത്രി ഇന്നും ശക്തമായ വിമർശനം ഉന്നയിക്കാനാണ് സാധ്യത. കരിങ്കൊടി പ്രതിഷേധം കണക്കിലെടുത്ത കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. വിനീഷ് കൊട്ടാരക്കരയാണ് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നത്. വിനീഷ്, വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് കൊല്ലത്തേക്ക് എത്തുമ്പോൾ, നവകേരള സദസ്സ് എത്തുമ്പോൾ എന്തൊക്കെയാണ് പ്രതീക്ഷകൾ? എത്രത്തോളം പരാതികൾ അവിടെയുണ്ട്? അശ്വതി, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടു കൂടിയാണ് നവകേരള സദസ്സ് കൊല്ലം ജില്ലയിലേക്ക് പ്രവേശിച്ചത്. കാരണം പത്തനംതിട്ടയുടെ പര്യടനത്തിന് ശേഷമാണ് കഴിഞ്ഞ ദിവസം കൊല്ലം ജില്ലയിലേക്ക് എത്തിയിരിക്കുന്നത്. 2 ഹോട്ടലുകളിലായിട്ടാണ് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും വിശ്രമിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ഒരുക്കിയത്. ഇന്ന് പ്രഭാത യോഗം രാവിലെ ഉണ്ടാവും. പ്രഭാത യോഗത്തിന് ശേഷമാകും മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുക. അതുപോലെ തന്നെ ഈ കുന്നത്തൂർ, പത്തനാപുരം, പുനലൂർ, കൊട്ടാരക്കര തുടങ്ങിയ മണ്ഡലങ്ങളിലെ പൗരപ്രമുഖരുമായിട്ടായിരിക്കും മുഖ്യമന്ത്രി ആദ്യം സംവദിക്കുക. തുടർന്നാകും ആ മാധ്യമങ്ങളെ കാണുക. പിന്നെ പത്തനാപുരം, പുനലൂർ തുടങ്ങിയ മണ്ഡലങ്ങളിലാണ് നവകേരള സദസ്സ് രാവിലെ നടക്കുക. ഇവിടെ നിന്നും അവിടേക്ക് പുറപ്പെടും. തുടർന്ന് ഒരു 4 മണിയോട് കൂടിയാകും ഇവിടേക്ക് കൊട്ടാരക്കരയ്ക്ക് തിരിച്ചെത്തുക. ഇവിടെ മർത്തോമ ജൂബിലി മന്ദിരത്തിലാണ് നവകേരള സദസ്സ് വൈകുന്നേരം 4 മണിക്ക് നടക്കുക. തുടർന്ന് ഇവിടെ നിന്നും തൊട്ടടുത്ത മണ്ഡലമായ കുന്നത്തൂരേക്ക് പുറപ്പെടും. അങ്ങനെയാണ് ഈ പരിപാടിയുടെ ഒരു പ്ലാനിങ്. അതുപോലെ തന്നെ വിപുലമായ പരിപാടികളാണ് കൊട്ടാരക്കരയിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത്. 21 കൗണ്ടറുകൾ തന്നെ സജ്ജമാക്കിയിരിക്കുന്നു പരാതികൾ സ്വീകരിക്കുന്നതിനായിട്ടുള്ള. അങ്ങനെ വളരെ വിപുലമായ രീതിയിലാണ് ഇവിടെ കാര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. പക്ഷെ നമുക്ക് എടുത്തു പറയാനുള്ള മറ്റൊരു കാര്യം, ഈ SFI ഗവർണറുമായിട്ടുള്ള ഒരു പ്രശ്നം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസവും പറഞ്ഞതിന് തുടർച്ചയെന്നോണം അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിക്കാൻ തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കാരണം അല്പസമയത്തിനകത്ത് തന്നെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം വിളിക്കും. അശ്വതി, ശരി വിനീഷ്, നമുക്ക് എന്തായാലും ചോദ്യങ്ങൾ ചോദിക്കാമെന്നേ ഉള്ളൂ. ഉത്തരം പറയണമോ എന്നുള്ളത് അദ്ദേഹം തീരുമാനിക്കും. ഇന്നലെയും പല കാര്യങ്ങളും ചോദിച്ചപ്പോൾ നമ്മുടെ സമയം ഇവിടെ കഴിഞ്ഞു എന്ന് പറഞ്ഞ് സാധാരണ പോലെ മൈക്ക് ഓഫ് ചെയ്ത് പോവുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് നമുക്ക് പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ നോക്കിയിരിക്കാം എന്തെങ്കിലുമൊക്കെ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് പ്രതികരണം ഉണ്ടാകുമോ ഈ വിഷയത്തിൽ എന്നുള്ളത്. ഇടവേള. ഇന്ത്യൻ രാഷ്ട്രീയം അടുത്തുനിന്ന് കണ്ടവർ, ആഴത്തിൽ മനസ്സിലാക്കിയവർ, കണക്കുകളും ഡേറ്റകളും സൂക്ഷ്മ വിശകലനങ്ങളുമായി ആർ കിരൺ ബാബുവും മനു ഭരതും.
സ്ത്രീ വോട്ടർമാരെ അവർ കുറെ കൂടി പൊളിറ്റിക്കലി ഇൻഡിപെൻഡന്റ് ആയി വരുന്ന ഒരു സാഹചര്യം നമുക്കിപ്പോൾ കാണാൻ കഴിയും. അപ്പൊ അവരുടെയൊക്കെ ഒരു പ്രധാന പ്രശ്നം ഈ ഗ്യാസും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് കയ്യിലുണ്ടായിരുന്ന ആന്ധ്രാപ്രദേശും കയ്യിലുണ്ടായിരുന്ന തെലങ്കാനയും രണ്ടും ഒരുപോലെ കൊണ്ടുകളയുന്ന ഒരു അവസ്ഥയിലേക്കാണ് അന്ന് എത്തിയത്. തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിലേക്ക് കടക്കുമ്പോൾ ബിജെപിയുടെ ഒരു ഫൈറ്റ്. ചരിത്രം തിരുത്തിയാൽ നിങ്ങൾക്ക് ചരിത്രത്തെ മാറ്റാനാകുമോ എന്നൊക്കെ ചോദിച്ചാൽ ചരിത്രത്തെ മാറ്റാനാവില്ല. പക്ഷേ തെരഞ്ഞെടുപ്പ് പരാജയത്തെ ജയമാക്കി മാറ്റാനും തെരഞ്ഞെടുപ്പിന്റെ വോട്ടിനെ തീരുമാനിക്കാനും ഒക്കെ കഴിയും എന്നുള്ളതാണ്. 50 എപ്പിസോഡുകൾ കടന്ന് ദ ഇലക്ഷൻ ചാനൽ, ദ കംപ്ലീറ്റ് പൊളിറ്റിക്കൽ അനലിറ്റിക്കൽ ഷോ തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9 മുതൽ 10 വരെയും ചൊവ്വ മുതൽ ശനി വരെ രാവിലെ 8 മുതൽ 9 വരെയും. ചോദ്യങ്ങൾ എന്ന നാട്ടുവിശേഷങ്ങൾ നിങ്ങളിലെത്തിക്കാൻ ഏലമലക്കാടുകളും തേയിലത്തോട്ടങ്ങളും വാർത്തകൾ ചുരമിറങ്ങിയാലും എറണാകുളത്തിന്റെ കിഴക്കൻ മേഖലകൾ, മലയാളം പറയുന്ന നാഞ്ചിരാനിന്റെ വിശേഷങ്ങളും, സപ്തഭാഷ സംഗമഭൂമി, തേജസ്വിനിയുടെ തീരം, പള്ളിയോടങ്ങട നാട്, കഥകളി പിറന്ന നാട്, ഗുരുവായൂർ ഒരു തീർത്ഥാടന കേന്ദ്രം മാത്രമല്ല, ഭാഷാപിതാവിന്റെ നാട്ടിൽ ചെങ്കോട്ട പിന്നിട്ട് പുളിയറ കഴിഞ്ഞാൽ കേരളമായി. കേരളത്തിന് വെളിച്ചം പകരുന്ന സ്വന്തം അണക്കെട്ട്, കളരിയുടെ മണ്ണ്. തൊടുപുഴ ഇപ്പോൾ സിനിമാക്കാരുടെ ഭാഗ്യ ലൊക്കേഷനാണ്. കേരളത്തിന്റെ സ്വന്തം വയനാട്, കേരളത്തിന്റെ കശ്മീരിൽ നിന്ന് മലയോര കർഷകന്റെ പുണ്യഭൂമി. മഞ്ചേശ്വരം മുതൽ കളിയിക്കാവിള വരെ കേരളത്തിന്റെ ഓരോ വാർത്താ സ്പന്ദനവും. ഞാൻ KB ബൈജു. ഓരോ മലയാളിയും റിപ്പോർട്ടർമാരാകുന്ന വാർത്താനുഭവം. വലിപ്പ ചെറുപ്പമില്ലാത്ത സകലമാന വാർത്തകളുടെ അരമണിക്കൂർ. സകലമാന കേരളം. പ്രഭാത കേരളം തുടരുകയാണ്. ഇപ്പോൾ കിട്ടുന്ന ഒരു വാർത്ത, ബാനറുകൾ കാണുമ്പോൾ വലിയ പ്രകോപിതനാകുന്ന ഗവർണറെ കാത്ത് തിരുവനന്തപുരത്തും ബാനറുകൾ ഉയർന്നിരിക്കുന്നു എന്നുള്ളതാണ്. സംസ്കൃത കോളേജിലാണ് SFIയുടെ പ്രതിഷേധ ബാനർ ഉയർത്തിയിരിക്കുന്നത്. വിധേയത്വം സംഘപരിവാറിനോടാകരുത് എന്നാണ് SFIയുടെ ബാനർ. കറുത്ത തുണിയിലാണ് ബാനർ എഴുതിയിരിക്കുന്നത്. ഇപ്പോൾ പ്രേക്ഷകർ സ്ക്രീനിൽ കാണുന്ന രീതിയിൽ തിരുവനന്തപുരം സംസ്കൃത കോളേജിലും ഗവർണർക്കെതിരെ SFI പ്രതിഷേധ ബാനർ ഉയർത്തിയിരിക്കുന്നു. VV അരുൺ വിശദാംശങ്ങളുമായി ചേരുന്നു. അരുൺ, ഈ ബാനറിന്റെ പേരിൽ വലിയ യുദ്ധം നടന്നു ഇന്നലെ. ഇപ്പോഴും ഇനി എന്തും നടക്കാവുന്ന സാഹചര്യത്തിലിരിക്കെ തിരുവനന്തപുരത്തും വിദ്യാർത്ഥികൾ ബാനർ ഉയർത്തിയിരിക്കുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? SFI തുടരുകയാണ്, വ്യാപിപ്പിക്കുകയാണ്. ഇന്നലെ SFIയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് ഒരു ബാനർ അഴിച്ചുമാറ്റിൽ ആയിരക്കണക്കിന് ബാനറുകൾ കേരളത്തിലെ കലാലയങ്ങളിൽ, ക്യാമ്പസുകളിൽ ഉയരുമെന്നുള്ളതാണ്. അതിന്റെ സൂചന ഇതിനെ കാണണം. തിരുവനന്തപുരത്ത് കേരള സർവകലാശാലയ്ക്ക് കീഴിലുള്ള സംസ്കൃത കോളേജിലാണ് ഇത്തരമൊരു ബാനർ ഇപ്പോൾ SFI പ്രവർത്തകർ സ്ഥാപിച്ചിരിക്കുന്നത്. മിസ്റ്റർ ചാൻസലർ, നിങ്ങളുടെ വിധേയത്വം സർവകലാശാലയോടായിരിക്കണം, സംഘപരിവാറിനോടാവരുത്. SFI സംസ്കൃത കോളേജ് എന്ന കറുത്ത തുണിയിൽ എഴുതിയ ബാനറാണ് ഇവിടെ SFI ഇതിന്റെ കവാടത്തിൽ, സംസ്കൃത കോളേജിന്റെ കവാടത്തിൽ കെട്ടിയിരിക്കുന്നത്. നമുക്കറിയാം, നേരത്തെ ഗവർണർ സംസ്ഥാന സർക്കാരുമായും SFIയുമായും ഒക്കെയുള്ള പോര് രൂക്ഷമാകുന്നതിനിടയ്ക്ക് നേരത്തെയും മാസങ്ങൾക്ക് മുമ്പ് ഗവർണർക്കെതിരെ ഒരു പോസ്റ്റർ വന്ന ക്യാമ്പസാണിത്. അത് പിന്നീട് പോലീസ് നിർദ്ദേശപ്രകാരം അഴിച്ചുമാറ്റിയിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും ഇത്തരമൊരു പോസ്റ്റർ സംസ്കൃത കോളേജിൽ SFI യൂണിയൻ ഭരിക്കുന്ന, SFI യൂണിയന് മേധാവിത്വമുള്ള സംസ്കൃത കോളേജിലും ഒരു ബാനർ സംസ്ഥാനത്തെ സർവകലാശാലകളുടെ ചാൻസലർക്കെതിരെ ഉയർന്നിരിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമാണിത്. ഇത്തരം പ്രതിഷേധങ്ങൾ വ്യാപിപ്പിക്കുമെന്നതിന്റെ സൂചനയായി തന്നെ നമുക്ക് ഇത് കാണണം. സംസ്ഥാനത്തെ സർവകലാശാലകളിൽ ഒരു പോസ്റ്റർ കാലിക്കറ്റിൽ അഴിച്ചു മാറ്റാൻ പറഞ്ഞാൽ എല്ലാ ക്യാമ്പസുകളിലും ഇത്തരം പോസ്റ്ററുകൾ ഉയരുമെന്ന മുന്നറിയിപ്പാണ് ഇന്നലെ SFI നൽകിയത്. ആ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ കൂടി ഇതിനെ കാണണം. ഗവർണറുടെ വിധേയത്വം സർവകലാശാലയോടായിരിക്കണമെന്ന
നിർദ്ദേശമാണ്, ആവശ്യമാണ്, മുദ്രാവാക്യമാണ് SFI ഇവിടെ മുന്നോട്ട് വയ്ക്കുന്നത്. സംഘപരിവാറിനോടാകരുതെന്ന മുന്നറിയിപ്പും ഗവർണർക്ക് SFI നൽകുന്നു. ഇത്തരത്തിൽ ഗവർണർക്കെതിരെയുള്ള SFIയുടെ പ്രതിഷേധം സംസ്ഥാന വ്യാപകമാവുകയാണ്. ക്യാമ്പസുകളിൽ നിന്ന് ക്യാമ്പസുകളിലേക്ക് അത് ആ രീതിയിൽ പ്രതിഷേധം പടരുകയെന്ന് വേണമെങ്കിൽ പറയാം. അതിശക്തമായ പ്രതിഷേധത്തിന് SFI സംസ്ഥാന തലത്തിൽ തയ്യാറെടുക്കുന്നു. ഇതും ഗവർണറുടെ ഓഫീസ് രാജ്ഭവൻ അടുത്ത് തന്നെയുള്ള ഒരു ക്യാമ്പസാണ്. അതുതന്നെ അതിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. നേരത്തെയും ഗവർണർക്കെതിരെ ബാനർ ഉയർത്താൻ തയ്യാറായ അതിന് തീരുമാനമെടുത്ത ഒരു ക്യാമ്പസ് കൂടിയാണത്. അവിടെയാണ് ഇത്തരത്തിലൊരു പ്രതിഷേധ ബാനർ ഇപ്പോൾ ഉയരുന്നത്. അതിശക്തമായ പ്രതിഷേധം SFIയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നതിന്റെ സൂചനയായി കൂടി ഇതിനെ കാണണം. സംസ്ഥാനത്തെ മറ്റു സർവകലാശാല ക്യാമ്പസുകളിലും ഇത്തരത്തിൽ പ്രതിഷേധ ബാനർ ഉയർത്താനാണ് ഗവർണർക്കെതിരെ ചാൻസലറെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഗവർണർ ഒരിടത്ത് ബാനർ അഴിച്ചു മാറ്റിയാൽ ഇനിയുള്ള സ്ഥലങ്ങളിലും കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ഇത്തരം പ്രതിഷേധ ബാനറുകൾ ഉണ്ടാകും. പ്രതിഷേധം അവസാനിപ്പിക്കരുന്ന SFI നേതൃത്വത്തിന്റെ പ്രഖ്യാപനത്തിന്റെ തെളിവായി കൂടി ഇതിനെ കാണേണ്ടതുണ്ട്. എങ്ങനെയാകും ഗവർണർ ഇതിൽ ഇടപെടുന്നത്? എല്ലാ ക്യാമ്പസുകളിലും ഇത്തരത്തിൽ ബാനറുകൾ അഴിച്ചുമാറ്റാൻ അദ്ദേഹം നിർദ്ദേശം നൽകുമോ എന്ന കാര്യം അറിയണം. ഇന്നലെ കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ ബാനർ അഴിച്ചുമാറ്റാൻ നിർദ്ദേശം നൽകാൻ പ്രധാന കാരണം ഗവർണർ താമസിക്കുന്ന സ്ഥലത്ത് തന്നെ ഇത്തരമൊരു ബാനർ വന്നത് അദ്ദേഹത്തെ അവഹേളിക്കാനാണ്, അദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്താനെന്ന വാദമാണ് രാജ്ഭവൻ ഉന്നയിച്ചത്. പക്ഷേ അവിടെ കൊണ്ട് പ്രതിഷേധം അവസാനിക്കില്ല. മറ്റു ക്യാമ്പസുകളിലേക്കും ഈ പ്രതിഷേധം വ്യാപിപ്പിക്കുമെന്നതിന്റെ സൂചനയെ തന്നെ SFIയുടെ സംസ്കൃത സർവകലാശാലയിലെ ഈ ബാനർ പ്രതിഷേധത്തെ കാണാം. കറുത്ത തുണിയിലാണ് ഗവർണർക്ക് താങ്കളുടെ വിധേയത്വം സംഘപരിവാറിനോടാകരുത്, മറിച്ച് സർവകലാശാലകളോടാകണമെന്ന് വിദ്യാർത്ഥി സംഘടന അതിന്റെ ചാൻസലറോട് ആവശ്യപ്പെടുന്നത്. പ്രതിഷേധങ്ങൾ ശക്തമാകും എന്നതിന്റെ സൂചനയായി തന്നെ ഇതിനെ കാണണം. ശരി, കാലിക്കറ്റ് സർവകലാശാലയിൽ ഒതുങ്ങുന്നില്ല അല്ലെങ്കിൽ അവിടെ അവസാനിക്കുന്നില്ല SFIയുടെ പ്രതിഷേധം എന്ന് വ്യക്തമാക്കുന്ന പോസ്റ്ററാണ് ഇപ്പോൾ തിരുവനന്തപുരം സംസ്കൃത കോളേജിന് മുന്നിൽ ഉയർത്തിയിരിക്കുന്ന ഗവർണർക്കെതിരായ ഈ ബാനർ. VV അരുണാണ് അവിടെ നിന്നും വിവരങ്ങൾ നൽകിയത്. ഇനി ശബരിമല വാർത്തകൾ. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. മിൽമ, കേരളം കണികണ്ടുണരുന്ന നന്മ. കനത്ത മഴ സന്നിധാനത്തേക്കുള്ള തീർത്ഥാടകരുടെ വരവിനെ ബാധിച്ചു. പോലീസിന്റെ കണക്ക് പ്രകാരം 82,409 പേരാണ് 18-ാം പടി കയറിയത്. ഇന്ന് 89,509 തീർത്ഥാടകർ ദർശനത്തിനായി ബുക്ക് ചെയ്തിട്ടുണ്ട്. നിലവിൽ സന്നിധാനത്ത് മഴ മാറി നിൽക്കുകയാണ്. CV അനുമോദ് ചേരുന്നു സന്നിധാനത്ത് നിന്നും. അനുമോദ, ദൃശ്യങ്ങളിൽ കാണുന്നത് റെയിൻകോട്ട് ഇട്ട അയ്യപ്പന്മാരെയാണല്ലോ. മഴ വലിയ രീതിയിൽ ബാധിച്ചു അല്ലേ ദർശനത്തെ? തീർച്ചയായും അശ്വതി, സന്നിധാനത്ത് മഴ കാര്യമായിട്ട് തന്നെ അയ്യപ്പന്മാരുടെ വരവിനെ ബാധിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാണ്. കാരണം ഇന്നലെ 1,00,000-ഓളം പേർ എത്തുമെന്ന് കണക്കാക്കിയെടുത്ത് 82,000 അയ്യപ്പന്മാർ മാത്രമാണ് എത്തിയത്. അതിന് പ്രധാനപ്പെട്ട കാരണം തന്നെ മഴ തന്നെയാണ്. കാരണം പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് ആളുകൾക്ക്, അയ്യപ്പന്മാർക്ക് എത്തിച്ചേരുന്നതിന് മഴ തടസ്സമായിട്ടുണ്ട്. പലരും ക്യൂ കോംപ്ലക്സുകളിലെ അതുപോലെ തന്നെ പമ്പയിലും മഴ ഉള്ളപ്പോൾ കാത്തു നിൽക്കുകയും അതിനുശേഷം ഒന്നിച്ച് വരാനുള്ളൊരു സാധ്യത കണ്ട് അവരെ കൃത്യമായ ഇടവേളകൾ നിയന്ത്രിച്ചാണ് ഇപ്പോൾ കടത്തിവിടുന്നത്. അതിൻ്റെ ഒരു തിരക്ക് ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്. ഇന്നത്തെ സാഹചര്യവും രാവിലെ അതുതന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്നും ഏകദേശം 89,000-ത്തിലധികം പേരാണ് വിർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തിരിക്കുന്നത്. അതിന് പുറമെ സ്പോട്ട് ബുക്കിങ്ങും സത്രം വഴിയും പുല്ലുമേട് വഴിയുള്ള അയ്യപ്പന്മാരുടെ കണക്കൊക്കെ നോക്കുമ്പോൾ ഏകദേശം 1,00,000-ലധികം പേർ എത്തുമെന്നാണ് കണക്ക് കൂട്ടുന്നത്. പക്ഷേ ഇവിടെ ഇപ്പോൾ ആശങ്ക നൽകുന്ന സാഹചര്യം മൂടിക്കെട്ടിയ അന്തരീക്ഷവും ചാറ്റൽ മഴയുമാണ്. മഴ രാവിലെ മുതൽ ചാറ്റൽ മഴ പെയ്യുന്നുണ്ട്. ശക്തമായ മഴയല്ല, പക്ഷേ അത് അയ്യപ്പന്മാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, യാത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള സാഹചര്യം തീർക്കുന്നുണ്ട്. മാത്രമല്ല ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്നുണ്ട്. ആ ഒരു കാര്യമാണ് ഇപ്പോൾ പ്രധാനമായിട്ടുള്ളത്. കഴിഞ്ഞ 2 ആഴ്ചകളെ അപേക്ഷിച്ച് തിരക്ക് കുറഞ്ഞ ഞായറാഴ്ച തന്നെയായിരുന്നു ഇന്നലെ. 82,000-ൽ അധികം പേർ മാത്രമാണ് ഇവിടെ ഇന്നലെ എത്തിച്ചേർന്നത്. അത് ഇന്നലെ എത്തിച്ചേരാൻ കഴിയാത്ത അയ്യപ്പന്മാർ കൂടി ഇന്ന് എത്തും എന്നൊരു കണക്കുകൂട്ടലിലാണ് അധികൃതരുള്ളത്. സ്വാഭാവികമായിട്ടും അങ്ങനെ വരികയാണെങ്കിൽ നല്ല തിരക്ക് അനുഭവപ്പെടാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. നിലവിൽ പമ്പ മുതൽ സന്നിധാനം വരെ ഈ മരക്കൂട്ടത്തിൽ ക്യൂ കോംപ്ലക്സുകളിൽ അല്പസമയം പിടിച്ച് നിർത്തുന്നു അല്ലെങ്കിൽ കാത്തു നിൽക്കേണ്ടി വരുന്നു എന്നതല്ലാതെ മറ്റിടങ്ങളിലൊന്നും തന്നെ അയ്യപ്പന്മാർക്ക് വലിയ തടസ്സമുണ്ടാകുന്നില്ല എന്നതാണ് നിലവിലെ സാഹചര്യം. തിരക്ക് രാവിലെ
മറ്റു ദിവസങ്ങളെ അപേക്ഷിച്ച് കുറവാണ്. പക്ഷേ മഴ മാറി നിൽക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ ദിവസം എത്തിച്ചേരാൻ കഴിയാത്ത അയ്യപ്പന്മാരെല്ലാം വരികയാണെങ്കിൽ നല്ല തിരക്കിലേക്ക് തന്നെ സന്നിധാനം മാറുമെന്ന് ഉറപ്പാണ്. അശ്വതി. ശരി, CV അനുമോദാണ് സന്നിധാനത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ മഴ മാറി നിൽക്കുന്നുവെന്നാണ് അനുമോദ് റിപ്പോർട്ട് ചെയ്യുന്നത്. ശബരിമലയിലെ ഭക്തരുടെ തിരക്ക് നിയന്ത്രണത്തിൽ ഹൈക്കോടതി സ്വമേധയാ എടുത്ത കേസ് ഇന്ന് വീണ്ടും പരിഗണിക്കും. സന്നിധാനത്ത് ഭക്തരെ നിയന്ത്രിക്കാൻ സ്വീകരിച്ച നടപടികൾ ചീഫ് പോലീസ് കോർഡിനേറ്റർ ഹൈക്കോടതിയെ അറിയിക്കും. എരുമേലിയിലെ ഇരട്ടി പാർക്കിംഗ് നിരക്ക് ഈടാക്കിയ സംഭവത്തിൽ സ്വീകരിച്ച നടപടി ഗ്രാമപഞ്ചായത്ത് വിശദീകരിക്കും. എരുമേലിയിൽ സാധനങ്ങൾക്ക് അമിത വില ഈടാക്കുന്നതിൽ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ഇന്ന് റിപ്പോർട്ട് നൽകും. ഗതാഗത നിയന്ത്രണം, ഭക്തരുടെ സൗകര്യം, KSRTC ബസ് വിന്യാസം തുടങ്ങിയവയിലും ബന്ധപ്പെട്ട വകുപ്പുകളും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും വിശദീകരണം നൽകും. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം കൂടി മഴ തുടരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോമറിൻ മേഖലയ്ക്ക് മുകളിൽ നിലനിൽക്കുന്ന ചക്രവാത ചുഴിയുടെ സ്വാധീന ഫലമായാണ് മഴ. എറണാകുളം ജില്ലയിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് പ്രവചനം. കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെങ്കിലും കേരള തീരത്ത് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. തിരുവനന്തപുരം നെയ്യാർ ഡാം രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടന്ന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെൻട്രൽ എക്സിക്യൂട്ടീവ് യോഗത്തിൽ നേതൃത്വത്തിനെതിരെ വിമർശനമുന്നയിച്ച AICC സെക്രട്ടറി. യൂത്ത് കോൺഗ്രസിന്റെ ചുമതലയുള്ള AICC സെക്രട്ടറി കൃഷ്ണ അല്ലാവുരുവാണ് ഷാഫി പറമ്പിലിനും രാഹുൽ മാങ്കൂട്ടത്തിനുമെതിരെ വിമർശനമുന്നയിച്ചത്. രാഹുൽ ഗാന്ധി ഏറെ പ്രതീക്ഷയോടെ നടപ്പിലാക്കിയ യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിന്റെ വിശ്വാസ്യത സംസ്ഥാനത്തുണ്ടായ വ്യാജ തിരിച്ചറിയൽ കാർഡ് വിവാദത്തിലൂടെ ഇല്ലാതായി എന്നാണ് വിമർശനം. യൂത്ത് കോൺഗ്രസിന്റെ പുതിയ സംസ്ഥാന നേതൃത്വം ചുമതല ഏറ്റെടുത്തതിന് പിന്നാലെ നടന്ന ദ്വിദിന സെൻട്രൽ എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് AICC സെക്രട്ടറി കൃഷ്ണ അല്ലാവുരു സംസ്ഥാന നേതൃത്വത്തിനെതിരായ വിമർശനം പരസ്യമാക്കിയത്. ഷാഫി പറമ്പിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായിരിക്കെ സംഘടനയ്ക്ക് പുതിയ ആസ്ഥാന മന്ദിരം നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് സ്വകാര്യ ബാങ്കിന് പലിശ ഇനത്തിൽ 3 കോടി രൂപ യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ കമ്മിറ്റി നൽകേണ്ടി വന്നതാണ് നേതൃത്വത്തെ ചൊടിപ്പിച്ചിരിക്കുന്നത്. രാഹുൽ ഗാന്ധി ഏറെ പ്രതീക്ഷയോടെ നടപ്പിലാക്കിയ യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വിശ്വാസ്യത സംസ്ഥാനത്തുണ്ടായ വ്യാജ തിരിച്ചറിയൽ കാർഡ് വിവാദങ്ങൾ മൂലം ഇല്ലാതായെന്നും AICC സെക്രട്ടറി വിമർശിച്ചു. തിരഞ്ഞെടുപ്പിന്റെ വിശ്വാസ്യത കളങ്കപ്പെടുത്തിയവരെക്കുറിച്ച് ദേശീയ നേതൃത്വത്തിന് ബോധ്യമുണ്ടെന്നും കൃഷ്ണ അല്ലാവുരു തുറന്നടിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേതൃത്വത്തിലുള്ള പുതിയ സംസ്ഥാന കമ്മിറ്റിയെ ഉന്നം വെച്ചാണ് AICC സെക്രട്ടറി ഈ പരാമർശം നടത്തിയതെന്നാണ് സൂചന. അതേസമയം യൂത്ത് കോൺഗ്രസിന്റെ ചുമതലയുള്ള AICC സെക്രട്ടറി വ്യക്തിപരമായ വിമർശനമൊന്നും ഉന്നയിച്ചിട്ടില്ലെന്നാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തിന്റെ വിശദീകരണം. ന്യൂസ് 18 തിരുവനന്തപുരം. തിരുവനന്തപുരം ആറ്റുകാൽ മണക്കാട് അയ്യപ്പൻ ആശാരിയെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ ശിക്ഷാവിധി ഇന്ന്. 9 പ്രതികൾ കുറ്റക്കാരെന്ന് കഴിഞ്ഞ ദിവസം കോടതി കണ്ടെത്തിയിരുന്നു. നിയമവിരുദ്ധമായ സംഘം ചേരൽ, മാരകായുധത്തോടുകൂടിയുള്ള ലഹള, ഭവന കയ്യേറ്റം, വീട്ടുപകരണങ്ങൾ നശിപ്പിക്കൽ, കൊലപാതക ശ്രമം, കൊലപാതകം എന്നീ കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ കണ്ടെത്തിയത്. ശിക്ഷയെക്കുറിച്ച് പ്രതികൾക്ക് പറയാനുള്ള വാദം കോടതി രാവിലെ കേൾക്കും. വയനാട് വാകേരി കല്ലൂർകുന്നിൽ പശുവിനെ കൊന്നത് കൂടല്ലൂരിൽ പ്രജീഷിനെ ജീവനെടുത്ത കടുവ തന്നെയെന്ന് സ്ഥിരീകരിച്ചതോടെ നടപടികൾ ഊർജിതമാക്കി വനംവകുപ്പ്. പ്രദേശത്ത് RRT സംഘത്തിന്റെ തിരച്ചിലും ഡ്രോൺ നിരീക്ഷണവും നടത്തുന്നുണ്ട്. അതിനിടെ ഒരാഴ്ച പിന്നിട്ടിട്ടും കടുവയെ പിടികൂടാത്തതിൽ പ്രതിഷേധിച്ച് ജനങ്ങൾ മൂന്നാനക്കുഴി ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. തുടരുന്ന കടുവാഭീതിക്കൊപ്പം നിരോധനാജ്ഞ കൂടിയായതോടെ വാകേരിയിലെ ജനജീവിതം ദുസ്സഹമായി. കടുവയ്ക്കായുള്ള തിരച്ചിൽ ഒരാഴ്ച പിന്നിട്ടിട്ടും ഫലം കാണാത്തതിനാൽ ജനങ്ങൾ പ്രതിഷേധിച്ചു. ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കഴിഞ്ഞ ദിവസമാണ് വാകേരി കല്ലൂർകുന്നിൽ സന്തോഷിന്റെ പശുവിനെ കടുവ കൊന്നത്. അർദ്ധരാത്രിയോടെ ബഹളം കേട്ട് പുറത്തിറങ്ങിയ സന്തോഷും കുടുംബവും കടുവയുടെ ആക്രമണം നേരിൽ കണ്ടു. ഒരു 11 മണി കഴിഞ്ഞപ്പോൾ ആട്ടുംകൂട്ടിൽ കിടന്ന് ഭയങ്കര ഒച്ചയുണ്ട്, ആട്ടം ചാടുന്ന ഒച്ച കിട്ടും. അപ്പോൾ എനിക്ക് പെട്ടെന്ന് കടുവായിരിക്കും, ഞാൻ വലിയ കടുവ വയറി കൂടെ പോയ പാടുണ്ടല്ലോ. എന്നാലും ഞാൻ പെട്ടെന്ന് ചാടി കയറ്റിട്ട് ലൈറ്റ് അടിക്കാൻ നോക്കുമ്പം ഈ കൂട്ടിൻ്റെ ഭാഗത്തുനിന്ന് ഇവിടുന്ന് പിന്നെ കഴുത്തിന് പിടിച്ച് വലിച്ച് ചാടിക്കുക. വലിച്ചാടിക്കുന്ന കയറ് പൊട്ടുന്നില്ല, കയറ് പൊട്ടുന്ന വലിച്ച് ചാടിച്ച് താഴേക്ക് ചാടിച്ച് ഇവിടെ ഞങ്ങളെല്ലാവരും ഏറ്റു വന്ന് അതിലൊക്കെ നല്ല കൂടി ഒന്നേരം ഇവിടെ വലിച്ചുകൊണ്ട് പോവുക. കഴുത്തെ പിടിച്ച് വലിച്ചിതിലെ കൊണ്ടുപോകുമ്പോഴാണ് ഞങ്ങൾ കാണുന്നത്. വട്ടത്താനി ചൂണ്ടിയാനിക്കവലയിൽ വൈകുന്നേരം പുല്ലരിയാൻ പോയ ആണ്ടൂർ വർക്കിയും കടുവയെ നേരിൽ കണ്ടു. തുടർന്ന് വനംവകുപ്പ് പ്രദേശത്ത് പരിശോധന നടത്തി. പുല്ല് തേച്ച് വാരിക്കെട്ടി കൊണ്ടുവരാൻ ബാക്കി കരയ്ക്കുന്ന എത്താന്ന് പറഞ്ഞ് പോരുമ്പോൾ
ഒരു ആണിങ്ങനെ ഉങ്ങിഞ്ഞ് വരുന്നുണ്ട് മെല്ലെ. അവിടെ ഈ പുല്ല് കിടക്കുക. അങ്ങനെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയത്. വാകേരി കൂടല്ലൂരിൽ നിന്ന് 5 കിലോമീറ്റർ അകലെയാണ് കല്ലൂർക്കുന്ന്. ജഡത്തിലെ മുറിവുകളും പ്രദേശത്തെ കാൽപ്പാടുകളും പരിശോധിച്ചാണ് ആക്രമണം നടത്തിയത് ഒരേ കടുവയാണെന്ന് സ്ഥിരീകരിച്ചത്. കല്ലൂർ DFO അജിത് കെ രാമന്റെയും റേഞ്ചർ അബ്ദുൾ സമദിന്റെയും നേതൃത്വത്തിൽ കടുവയെ പിടികൂടാനുള്ള നടപടികൾ ശക്തമാക്കി. ഉടമസ്ഥൻ ഈ പശുവിനെ ഇന്ന് ഈ കടുവയ്ക്ക് ഇരയായിട്ട് നൽകാമെന്നുള്ളത് സമ്മതിച്ചിട്ടുണ്ട്. നമ്മുടെ കയ്യിലുള്ള ഏറ്റവും വലിയ കൂട് തന്നെയാണ് ഇന്ന് നമ്മൾ കൊണ്ടുവരുന്നത്. ഈ പശുവിനെ നമ്മൾ ഇരയായി വെച്ച് ജനവാസ കേന്ദ്രത്തിൽ നിന്ന് മാറ്റി സുരക്ഷിതമായ ഒരു സ്ഥലം നോക്കി ഈ കൂട് നമ്മൾ സ്ഥാപിക്കുകയും ആ കൂട്ടിൽ പരമാവധി ഡിസ്റ്റർബൻസ് ഒഴിവാക്കുകയും ഈ കടുവയെ ഈ കൂട്ടിൽ കയറ്റാൻ സാധിക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇടതൂർന്ന കാപ്പിത്തോട്ടങ്ങൾ വെടിവെക്കുന്നതിന് തടസ്സമാകുന്നുണ്ടെങ്കിലും കടുവ ഉടൻ പിടിയിലാകുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് വനം വകുപ്പ്. ന്യൂസ് 18 വയനാട്. പാലക്കാട് പട്ടാമ്പി ആമയൂരിൽ ലോറി കാറിലിടിച്ചുണ്ടായ അപകടത്തിന്റെ ദൃശ്യം പുറത്തുവന്നു. കാർ ഡ്രൈവർക്ക് പരിക്ക്. കാർ പൂർണ്ണമായും തകർന്നു. അപകടത്തിന്റെ ദൃശ്യം കാറിന്റെ ഡാഷ് ക്യാമിൽ പതിഞ്ഞു. പാർലമെന്റ് അതിക്രമത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറുപടി പറയണമെന്നാവശ്യപ്പെട്ടുള്ള പ്രതിപക്ഷ പ്രതിഷേധത്തിൽ ലോക്സഭയും രാജ്യസഭയും ഇന്നും പ്രക്ഷുബ്ധമാകും. വിഷയം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം നോട്ടീസ് നൽകും. എന്നാൽ സ്പീക്കർ ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടുണ്ടെന്ന നിലപാടിലാണ് സർക്കാർ. സസ്പെൻഡ് ചെയ്യപ്പെട്ട എംപിമാർ ഇന്നും പാർലമെന്റ് കവാടത്തിൽ പ്രതിഷേധിക്കും. പാർലമെന്റ് അതിക്രമ കേസിൽ പ്രതികളുടെ വീട്ടിൽ കുടുംബാംഗങ്ങളെ ചോദ്യം ചെയ്ത അന്വേഷണ സംഘം സാഗർ ശർമ്മ, നീലം ആസാദ് എന്നിവരുടെ കുടുംബാംഗങ്ങളെയാണ് ചോദ്യം ചെയ്തത്. നീലം ആസാദിന്റെ വീട്ടിൽ പോലീസ് പരിശോധന നടത്തി. ലോക്സഭാ സെക്രട്ടേറിയറ്റിന്റെ അനുമതി ലഭിച്ചാൽ പാർലമെന്റിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയേക്കും. പരമ്പരാഗത വ്യവസായങ്ങളുടെ നാടായ കൊല്ലത്ത് മുഖ്യമന്ത്രിക്ക് ആദരവായി വേറിട്ട കലാപരീക്ഷണം. നവകേരള സദസ്സിന് മുന്നോടിയായി 30 അടി വിസ്തീർണത്തിൽ ഡാവിഞ്ചി സുരേഷ് തീർത്ത മുഖ്യമന്ത്രിയുടെ രൂപമാണ് വിസ്മയം തീർക്കുന്നത്. 2 ലക്ഷത്തോളം രൂപ വിലമതിക്കുന്ന കശുവണ്ടി പരിപ്പ് ഉപയോഗിച്ചാണ് കൊല്ലം ബീച്ചിൽ ശില്പം തീർത്തത്. M. മുകേഷ് MLA ഉദ്ഘാടനം ചെയ്തു. കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ S. ജയമോഹൻ, KSFE ചെയർമാൻ K. വരദരാജൻ, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ PR സാബു, കലാകാരൻ ഡാവിഞ്ചി സുരേഷ്, സാമൂഹിക സാംസ്കാരിക പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. വാർത്തകൾ തുടരും. പ്രഭാത കേരളം ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. നമസ്കാരം. ഈ പരിപാടി നിങ്ങൾ